أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. ഹസ്രത്ത് മസീമോദ് അലി ഇസ്ലാം വിശുദ്ധ ഖുർആന്റെ അനുഗ്രഹങ്ങൾ വിവരിച്ചുകൊണ്ട് ഒരിടത്ത് പറയുന്നു, അതിന്റെ ബർക്കത്തുകളുടെയും നിലയ്ക്കാത്ത അനുഗ്രഹങ്ങളുടെയും പ്രവാഹം എന്നും തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ കാലത്ത് ഉണ്ടായിരുന്നതുപോലെ എല്ലാ കാലത്തും പ്രകടവും തിളക്കമാർന്നതുമാണ്. വീണ്ടും ആ മഹാത്മാവ് പറയുന്നു, ഭൂരിഭാഗം മുസ്ലിങ്ങളും വിശുദ്ധ ഖുർആനെ ഉപേക്ഷിച്ചുവെന്നത് ശരിയാണ്. പക്ഷേ ഇപ്പോഴും വിശുദ്ധ ഖുർആന്റെ പ്രകാശവും അനുഗ്രഹങ്ങളും അതിന്റെ പ്രഭാവങ്ങളും എല്ലായ്പ്പോഴും ജീവനുള്ളതും പുതുമയുള്ളതുമാണ്. ആകയാൽ അത് തെളിയിക്കുന്നതിന് വേണ്ടി ഞാൻ ഈ സമയത്ത് അയക്കപ്പെട്ടിരിക്കുന്നു. അല്ലാഹു തആല എപ്പോഴും അതാത് കാലങ്ങളിൽ തന്റെ ദാസന്മാരെ തന്റെ സഹായത്തിനും പിന്തുണയ്ക്കും വേണ്ടി അയച്ചുകൊണ്ടിരിക്കുന്നു. കാരണം ഇന്നാ നഹ്നു നസ്സൽന സിക്റ വ ഇന്നാ ലഹു ലഹാഫിദൂൻ എന്ന് അവൻ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അതായത് തീർച്ചയായും നാം തന്നെയാണ് ഈ സിക്ർ, അതായത് വിശുദ്ധ ഖുർആൻ ഇറക്കിയിട്ടുള്ളത്. നാം തന്നെയാണ് അതിന്റെ സംരക്ഷകനും. ഈ കാലഘട്ടത്തിൽ അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സത്യദാസനെ വിശുദ്ധ ഖുർആന്റെ പ്രചാരണത്തിന് വേണ്ടി അയക്കുകയുണ്ടായി. വിശുദ്ധ ഖുർആന്റെ സംരക്ഷണത്തിന് വേണ്ടി നിയോഗിക്കുകയുണ്ടായി. ജനങ്ങളിൽ നിന്ന് മറഞ്ഞു കിടക്കുന്ന ജ്ഞാനങ്ങൾ അദ്ദേഹത്തിന് പഠിപ്പിച്ചു. ആ മഹാത്മാവ് മുഖേന വിശുദ്ധ ഖുർആന്റെ അനുഗ്രഹങ്ങളുടെ ഒരു നീരുറവ ഒഴുക്കുകയുണ്ടായി. ആ മഹാത്മാവ് വന്നതു തന്നെ ലോകത്ത് വിശുദ്ധ ഖുർആന്റെ ഭരണം സ്ഥാപിക്കുന്നതിന് വേണ്ടിയായിരുന്നു. എന്നാൽ നിർഭാഗ്യവശാൽ നാമധാരികളായ പണ്ഡിതവർഗം ആ മഹാത്മാവിന്റെ വാദത്തെ തുടക്കം മുതൽ തന്നെ എതിർക്കുക എന്നത് തങ്ങളുടെ ലക്ഷ്യമാക്കി മാറ്റി. അവർ ഒരു തെളിവും ബുദ്ധിപരമായ ഒരു കാര്യവും കേൾക്കാൻ കൂട്ടാക്കുന്നില്ല. കൂടാതെ പൊതുജനങ്ങളെയും വഴിവിടപ്പിക്കുന്നു. സ്വന്തമായി അറിവും ദൈവിക ജ്ഞാനവുമില്ലാത്തവരാണ്. എന്നാൽ സർവശക്തനായ അള്ളാഹു ഈ ദൗത്യത്തിനായി നിയോഗിച്ച ആളുടെ വഴിയിൽ തടസ്സങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിക്കുകയും എന്നിട്ട് അവരതിനെ വിശുദ്ധ ഖുർആനോടുള്ള സേവനമായി ഗണിക്കുകയും ചെയ്യുന്നു. പാകിസ്ഥാനിൽ കാലാകാലങ്ങളിൽ ഈ പണ്ഡിതവർഗം പ്രകോപിതരായിക്കൊണ്ടിരിക്കുന്നു. അവരോടൊപ്പം വില കുറഞ്ഞ പ്രശസ്തി ആഗ്രഹിക്കുന്ന ചില രാഷ്ട്രീയക്കാരും സർക്കാർ ഉദ്യോഗസ്ഥരും ചേർന്നുകൊണ്ട് അഹമ്മദികളെ പല കാരണത്താൽ ആക്രമണങ്ങൾക്ക് കുറിമാനമാക്കുന്നു. കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി ഇക്കൂട്ടർ അഹമ്മദികൾക്കെതിരിൽ വിശുദ്ധ ഖുർആനെ നിന്ദിച്ചുവെന്നും വളച്ചൊടിച്ചുവെന്നുമുള്ള കെട്ടിച്ചമച്ച കേസുകൾ ഉണ്ടാക്കാൻ പരിശ്രമിക്കുകയാണ്. സർവശക്തനായ അള്ളാഹു അവരുടെ ദ്രോഹങ്ങളിൽ നിന്ന് സംരക്ഷിക്കുമാറാകട്ടെ. ഈ വ്യാജവും ക്രൂരവുമായ ആരോപണത്തിൽ അറസ്റ്റിലായ അഹമ്മദികളെ വേഗത്തിൽ തന്നെ മോചിപ്പിക്കുന്നതിനുള്ള വഴികളും അള്ളാഹു ഉണ്ടാക്കുമാറാകട്ടെ. ഏതായാലും ഞാൻ പറഞ്ഞു വന്നതുപോലെ ഈ കാലഘട്ടത്തിൽ ഹസ്രത്ത് മസീമോദ് അലി ഇസ്ലാമിന്റെ അധ്യാപനങ്ങളുടെ വെളിച്ചത്തിൽ മാത്രമാണ് ഖുർആനിക ജ്ഞാനങ്ങളും അധ്യാപനങ്ങളും മനസ്സിലാകുന്നത്. അഹമ്മദിയ ജമാഅത്ത് മാത്രമാണ് ലോകത്ത് ഈ പ്രവർത്തനങ്ങൾ നടപ്പിൽ വരുത്തുന്നതും. ഖുർആന്റെ മഹത്വത്തെയും പ്രാധാന്യത്തെയും കുറിച്ചും സ്ഥാനത്തെയും മഹിമയെയും കുറിച്ചും ഹസ്രത്ത് മസീമോദ് അലി ഇസ്ലാം തന്റെ വചനങ്ങളിലും രചനകളിലും വിവരിച്ചതും നമുക്ക് നൽകിയതുമായ ജ്ഞാനം ഇന്ന് ഞാൻ വിവരിക്കാൻ ആഗ്രഹിക്കുന്നു. വിശുദ്ധ ഖുർആന്റെ സമ്പൂർണവും പരിപൂർണവുമായ അധ്യാപനത്തെ പരാമർശിച്ചുകൊണ്ട് ഹസ്രത്ത് മസീമോദ് അലി ഇസ്ലാം ഒരിടത്ത് പറയുന്നു, വിശുദ്ധ ഖുർആൻ അതിന്റെ അധ്യാപനങ്ങളിൽ സമ്പൂർണമാണെന്നതും അതിന് പുറത്തൊരു സത്യവുമില്ലെന്നതുമാണ് എൻ്റെ മതം.
കാരണം അള്ളാഹു പറയുന്നു, നസ്സൽന അലൈക്കൽ കിതാബ തിബിയാനൻ ലിക്കുല്ലി ഷൈ, അതായത് എല്ലാ കാര്യങ്ങളും വിശദീകരിക്കുന്ന ഗ്രന്ഥം നാം നിനക്ക് അവതരിപ്പിച്ചു. വീണ്ടും പറയുന്നു, മാ ഫറത്ന ഫിൽ കിതാബി മിൻ ഷൈ, അതായത് ഈ ഗ്രന്ഥത്തിൽ നിന്ന് നാം ഒന്നും ഒഴിവാക്കിയിട്ടില്ല. എന്നാൽ അതിനോടൊപ്പം ആ മഹാത്മാവ് പറയുന്നു, എന്റെ വിശ്വാസം എന്തെന്നാൽ വിശുദ്ധ ഖുർആനിൽ നിന്നും എല്ലാ മതപരമായ വിഷയങ്ങളും വേർതിരിച്ചെടുക്കുന്നതും അനുമാനിക്കുന്നതും അള്ളാഹുവിന്റെ ഇച്ഛയനുസരിച്ച് അതിന്റെ സങ്കീർണതയുടെ ശരിയായ വ്യാഖ്യാനം നൽകുന്നതും ഒരു ഗവേഷകന്റെയോ ഒരു മൗലവിയുടെയോ ജോലിയല്ല. അതിന്റെ വിശദാംശങ്ങളും വ്യാഖ്യാനങ്ങളും വിവരിക്കാനും ആഴത്തിൽ ചെന്ന് അതിന്റെ അറിവിന്റെയും ജ്ഞാനത്തിന്റെയും മുത്തുകൾ പുറത്തെടുക്കാനുമുള്ള കഴിവ് എല്ലാവർക്കും നൽകിയിട്ടില്ല. അദ്ദേഹം പറയുന്നു, ഇത് പ്രത്യേകിച്ചും നുബുവത്ത് അല്ലെങ്കിൽ ഉന്നതമായ വിലായത്തിന്റെ, ദൈവത്തിൽ വിലയം പ്രാപിച്ചവരുടെ പദവിയിലെത്തിയ ദൈവിക വെളിപാടുകൾ മുഖേന സഹായം ലഭിച്ചവരുടെ പ്രവർത്തനമാണ്. ആയതിനാൽ വെളിപാടുകൾ ലഭിക്കാത്ത ഖുർആനിക ജ്ഞാനത്തെ വേർതിരിച്ചെടുക്കാനും നിർദ്ധാരണം ചെയ്യാനും കഴിയാത്ത ആളുകൾ അനുമാനിക്കാനും വ്യാഖ്യാനിക്കാനും നിൽക്കാതെ പാരമ്പര്യമായുള്ള സുന്നത്തുകൾ മുഖേന ലഭ്യമായ ഖുർആനിക അധ്യാപനങ്ങളെ ആലോചിച്ചോ അമാന്തിച്ചോ നിൽക്കാതെ സ്വീകരിക്കുക എന്നതാണ് ശരിയായ മാർഗം. നിരവധി മുഫസ്സിരീങ്ങൾക്ക് അള്ളാഹു കഴിവോ അറിവോ ദിവ്യജ്ഞാനമോ നൽകിയിട്ടില്ല. അവർ നമ്മുടെ പഴയതും കഴിഞ്ഞുപോയതുമായ ആദരണീയരും തക്കവയുടെ മാർഗത്തിൽ ജീവിതം നയിച്ചവരുമായ നമ്മുടെ പഴയ ഇമാമുമാർ എഴുതിയ വ്യാഖ്യാനങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട് അതനുസരിച്ച് പ്രവർത്തിക്കട്ടെ. അതല്ലെങ്കിൽ സ്വന്തമായി തെറ്റായ വ്യാഖ്യാനം നൽകാതെ വിശുദ്ധ ഖുർആനിൽ നിന്നും പ്രത്യക്ഷമായി നമുക്ക് ലഭ്യമാകുന്ന അറിവനുസരിച്ച് പ്രവർത്തിക്കുക. പറയുന്നു, വെളിപാടിന്റെയും വിലായത്തിന്റെയും പ്രകാശത്താൽ പ്രഭാപൂരിതരായവരും ഇല്ലൽ മുത്തഹറൂൻ അഥവാ പരിശുദ്ധീകരിക്കപ്പെട്ടവരും മുഖേന നിസ്സംശയം വിശുദ്ധ ഖുർആനെ മറഞ്ഞു കിടക്കുന്ന ജ്ഞാനങ്ങൾ തുറക്കപ്പെടുമെന്നതാണ് അള്ളാഹുവിന്റെ സുന്നത്ത്. അള്ളാഹു തന്റെ വിശിഷ്ടദാസന്മാർക്ക് വിശുദ്ധ ഖുർആന്റെ അഗാധമായ ജ്ഞാനങ്ങൾ വെളിപ്പെടുത്തി കൊടുക്കുന്നു. അപ്രകാരം നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് വിശുദ്ധ ഖുർആനിൽ ഇല്ലാത്തതായി ഒന്നും നൽകിയിട്ടില്ല എന്നും അവർക്ക് ബോധ്യപ്പെടുത്തുന്നു. ഹദീസുകളിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നുവെന്നും ഇവിടെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്നും ചിലർ പറയാറുണ്ട്. എന്നാൽ വിശുദ്ധ ഖുർആന്റെ അറിവ് ജ്ഞാനവും നൽകുമ്പോൾ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആനിൽ നിന്ന് പുറത്ത് ഒന്നും സംസാരിച്ചില്ല എന്ന് അതിൽ നിന്ന് വ്യക്തമാകുന്നു. പറയുന്നു, വിശുദ്ധ ഖുർആന്റെ സംഗ്രഹങ്ങളുടെയും സൂചനകളുടെയും വിശദീകരണമായ ആധികാരിക ഹദീസുകൾ കണ്ടെത്തുന്നതിലൂടെ ഖുർആന്റെ അത്ഭുതങ്ങൾ അവരിൽ വെളിപ്പെടുന്നു. ചില ആയത്തുകളുടെ വ്യാഖ്യാനങ്ങളിലേക്കും വിശദീകരണങ്ങളിലേക്കും സൂചന നൽകുന്ന ഹദീസുകളുമുണ്ട്. കൂടാതെ അത് മുഖേന വിശുദ്ധ ഖുർആന്റെ അധ്യാപനം അവരിൽ കൂടുതൽ തുറക്കപ്പെടുകയും ചെയ്യുന്നു. കൂടാതെ വിശുദ്ധ ഖുർആനിൽ ഇല്ലാത്തതായി ഒന്നുമില്ല എന്ന് അള്ളാഹു പറയുന്ന വ്യക്തമായ ആയത്തിന്റെ യാഥാർത്ഥ്യം അവരിൽ പ്രകടമാകുന്നു. ഈ കാലഘട്ടത്തിൽ വിശുദ്ധ ഖുർആന്റെ അറിവും ജ്ഞാനവും നൽകുന്നതിന് വേണ്ടിയാണ് ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി ഇസ്ലാമിനെ അള്ളാഹു അയച്ചത്. തുടർന്ന് മാർഗദർശനത്തിന്റെ ആദ്യ ഉറവിടം വിശുദ്ധ ഖുർആനാണെന്ന് പ്രസ്താവിച്ചുകൊണ്ട് ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി ഇസ്ലാം പറയുന്നു, എന്റെ വീക്ഷണം എന്തെന്നാൽ നിങ്ങളുടെ മാർഗദർശനത്തിനായി അള്ളാഹു നിങ്ങൾക്ക് 3 കാര്യങ്ങൾ നൽകിയിട്ടുണ്ട്. അതിലൊന്നാമത്തേത് അള്ളാഹുവിന്റെ ഏകത്വത്തെക്കുറിച്ചും മഹിമയെക്കുറിച്ചും പ്രതാപത്തെക്കുറിച്ചും പരാമർശിക്കുന്ന വിശുദ്ധ ഖുർആനാണ്. അതിൽ ജൂതരും ക്രൈസ്തവരും തമ്മിലുള്ള വിയോജിപ്പുകൾക്കിടയിൽ തീരുമാനം കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഏതുപോലെ ഈസബിനു മറിയം കുരിശിൽ കൊല്ലപ്പെടുകയും ശാപമരണം വരിക്കുകയും ചെയ്തു എന്നും മറ്റ് പ്രവാചകന്മാരെ പോലെയല്ല അദ്ദേഹം ഉയർത്തപ്പെട്ടതെന്നുമുള്ള വിയോജിപ്പും തെറ്റിദ്ധാരണയും പോലെ. അതായത് അള്ളാഹു ഹദ്റത്ത് ഈസാ അലൈഹി ഇസ്ലാമിനെ തന്റെ സാമീപ്യത്താൽ അനുഗ്രഹിച്ചിട്ടില്ല എന്നത് യഹൂദന്മാരുടെ വീക്ഷണമാണ്. ആദ്യം ഹദ്റത്ത് ഈസാ അലൈഹി ഇസ്ലാമിനെ കുറിച്ചുള്ള ആരോപണം തെറ്റാണെന്ന് പറഞ്ഞിരിക്കുന്നു. മറ്റൊന്ന്, അള്ളാഹുവിനെ കൂടാതെ മറ്റൊന്നിനെയും, മനുഷ്യനെയോ മൃഗങ്ങളെയോ സൂര്യനെയോ ചന്ദ്രനെയോ മറ്റേതെങ്കിലും നക്ഷത്രത്തിനെയോ കാര്യകാരണങ്ങളെയോ സ്വന്തം നഫ്സിനെ തന്നെയോ ആരാധിക്കരുതെന്ന് പറഞ്ഞ് വിശുദ്ധ ഖുർആൻ വിലക്കിയിരിക്കുന്നു. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു എല്ലാത്തരം ശിർക്കുകളും നിരോധിക്കുകയും അതിനെക്കുറിച്ച് ഉപദേശിക്കുകയും
അത് തുറന്നു പറയുകയും ചെയ്തിരിക്കുന്നു. അതിനാൽ നിങ്ങൾ ജാഗ്രത പാലിക്കുക. ദൈവിക അധ്യാപനങ്ങൾക്കും ഖുർആനിക നിർദ്ദേശങ്ങൾക്കും എതിരായി ഒരു ചുവട് പോലും വെക്കരുത്. ഖുർആനിലെ 700 കൽപ്പനകളിൽ ഒന്നുപോലും അവഗണിക്കുന്നവൻ സ്വകരങ്ങളാൽ മോക്ഷത്തിന്റെ കവാടം കൊട്ടിയടയ്ക്കുകയാണ് ചെയ്യുന്നതെന്ന് ഞാൻ സത്യമായും പറയുന്നു. യഥാർത്ഥവും സമ്പൂർണവുമായ മോക്ഷത്തിന്റെ മാർഗങ്ങൾ ഖുർആനാണ് തുറന്നു കാട്ടിയത്. മറ്റുള്ളവയെല്ലാം അതിന്റെ പ്രതിച്ഛായകളാകുന്നു. ആയതിനാൽ നിങ്ങൾ വിശുദ്ധ ഖുർആൻ ശ്രദ്ധാപൂർവം വായിക്കുക. ഖുർആൻ ശ്രദ്ധാപൂർവം വായിക്കുക. നിങ്ങൾ മറ്റൊന്നിനോടും കാണിക്കാത്ത രീതിയിലുള്ള സ്നേഹം വിശുദ്ധ ഖുർആനോട് കാണിക്കുക. കാരണം അള്ളാഹു എന്നെ അഭിസംബോധന ചെയ്തുകൊണ്ട് വെളിപാടിൽ പറയുന്നു, അൽ ഖൈറു കുല്ലുഹു ഫിൽ ഖുർആൻ. അതായത് എല്ലാത്തരം നന്മകളും വിശുദ്ധ ഖുർആനിലുണ്ട്. അതുതന്നെയാണ് സത്യവും. മറ്റെന്തെങ്കിലും കാര്യത്തെ അതിനേക്കാൾ മുന്തിക്കുന്നവരുടെ കാര്യം കഷ്ടമാണ്. നിങ്ങളുടെ എല്ലാ വിജയത്തിന്റെയും മോക്ഷത്തിന്റെയും ഉറവിടം വിശുദ്ധ ഖുർആനാകുന്നു. ഖുർആനിലില്ലാത്ത നിങ്ങളുടെ മതപരമായ ഒരു ആവശ്യവും ഇല്ല തന്നെ. ഖിയാമത്ത് നാളിൽ നിങ്ങളുടെ വിശ്വാസത്തെ സത്യപ്പെടുത്തുന്നതും അസത്യപ്പെടുത്തുന്നതും വിശുദ്ധ ഖുർആനാണ്. ഖുർആൻ മുഖേനയല്ലാതെ നേരിട്ട് നിങ്ങൾക്ക് സന്മാർഗം നൽകാൻ കഴിയുന്ന മറ്റൊരു ഗ്രന്ഥവും ആകാശത്തിന് കീഴിലില്ല. ചുരുക്കത്തിൽ മാർഗദർശനത്തിനായി, മതപരമായ മാർഗദർശനത്തിനായി ഖുർആനുമായുള്ള ബന്ധം അത്യന്താപേക്ഷിതമാണ്. ഈ അധ്യാപനവും ഇത്തരം ചിന്തയും വെച്ചു പുലർത്തുന്ന തന്റെ അനുയായികളെ ഈ രീതിയിൽ ഉപദേശിക്കുന്ന വ്യക്തിക്ക് വിശുദ്ധ ഖുർആനിൽ എന്തെങ്കിലും വളച്ചൊടിക്കാൻ കഴിയുമോ? അവർ അല്പമെങ്കിലും സ്വബോധത്തോടു കൂടി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. വീണ്ടും പറയുന്നു, വിശുദ്ധ ഖുർആനെ പോലുള്ള ഗ്രന്ഥം നിങ്ങൾക്ക് നൽകിക്കൊണ്ട് അള്ളാഹു നിങ്ങളെ വളരെയധികം അനുഗ്രഹിച്ചിരിക്കുന്നു. ഞാൻ സത്യമായും പറയുന്നു, നിങ്ങൾക്ക് അവതരിപ്പിക്കപ്പെട്ട ഈ ഗ്രന്ഥം ക്രിസ്ത്യാനികൾക്ക് അവതരിച്ചിരുന്നുവെങ്കിൽ അവർ നശിക്കുമായിരുന്നില്ല. നിങ്ങൾക്ക് ലഭ്യമായ ഈ അനുഗ്രഹവും മാർഗദർശനവും തൗറാത്തിന് പകരം യഹൂദികൾക്ക് ലഭ്യമായിരുന്നുവെങ്കിൽ അവരിൽ ചില വിഭാഗം ഖിയാമത്തിനെ നിഷേധിക്കുമായിരുന്നില്ല. അതിനാൽ നിങ്ങൾക്ക് ലഭിച്ച അനുഗ്രഹത്തെ വിലമതിക്കുക. ഇത് വളരെ പ്രിയപ്പെട്ട അനുഗ്രഹമാണ്, മഹത്തായ സമ്പത്താണ്. ഖുർആൻ വന്നില്ലായിരുന്നുവെങ്കിൽ ഈ ലോകം മുഴുവൻ ഒരു വൃത്തികെട്ട മാംസപിണ്ഡത്തെ പോലെ ആകുമായിരുന്നു. മറ്റെല്ലാ മാർഗദർശനങ്ങളും വളരെ നിസ്സാരമാണ്. ഇഞ്ചീലുമായി വന്ന പരിശുദ്ധാത്മാവ് ഒരു ദുർബലവും ബലഹീനവുമായ പ്രാവിന്റെ രൂപത്തിലാണ് പ്രത്യക്ഷപ്പെട്ടത്. ഹദ്രത്ത് ജിബ്രീൽ അലി ഇസ്ലാം ഈസാ അലി ഇസ്ലാമിൽ ഒരു പ്രാവിന്റെ രൂപത്തിലാണ് പ്രത്യക്ഷപ്പെട്ടതെന്ന് പറയുന്നു. തുടർന്ന് പറയുന്നു, ഇത് ഒരു പൂച്ചയെ കൊണ്ട് പോലും പിടിക്കാൻ കഴിയുന്ന ദുർബലമായ പക്ഷിയാണ്. അതുകൊണ്ടാണ് ക്രിസ്ത്യാനികൾ അനുദിനം ബലഹീനതയുടെ കുഴിയിലേക്ക് അകപ്പെടുന്നത്, അവരിൽ ആത്മീയത നിലനിൽക്കാത്തതും. ഇപ്പോഴുള്ള അവസ്ഥ എന്തെന്നാൽ, പുറത്തു വരുന്ന കണക്കനുസരിച്ച് ഭൂരിപക്ഷം ക്രിസ്ത്യാനികളും ക്രിസ്തുമതത്തെ തന്നെ തള്ളി പറയുന്നു. അവർക്ക് അതിൽ ആത്മീയത ലഭ്യമാകുന്നില്ല എന്ന കാരണത്താൽ ക്രിസ്തുമതം ഉപേക്ഷിക്കുകയും ചെയ്യുന്നു. മുസ്ലിങ്ങളുടെ ദൗർഭാഗ്യം എന്തെന്നാൽ, വിശുദ്ധ ഖുർആൻ ഉണ്ടായിരുന്നിട്ടും അതനുസരിച്ച് പ്രവർത്തിക്കാതെ അതിന്റെ ആത്മീയതയിൽ നിന്നും പ്രയോജനം കരസ്ഥമാക്കുന്നില്ല എന്നതും, ഈ അറിവും ജ്ഞാനവും ലോകത്ത് വ്യാപിപ്പിക്കാൻ അള്ളാഹു അയച്ച മഹാത്മാവിനെ വിശ്വസിച്ചില്ല എന്നതുമാണ്. പറയുന്നു, അവരുടെ എല്ലാ വിശ്വാസവും പ്രാവിനെ അടിസ്ഥാനമാക്കിയുള്ളതാകുന്നു. എന്നാൽ ഖുർആനിലെ പരിശുദ്ധാത്മാവ് ആകാശഭൂമികളെ തന്റെ അസ്തിത്വം കൊണ്ട് നിറയ്ക്കുന്ന രീതിയിലുള്ള ഒരു മഹത്തായ രൂപത്തിലാണ് പ്രത്യക്ഷപ്പെട്ടത്. ചുരുക്കത്തിൽ ആ പ്രാവിന്റെ സ്ഥാനം എവിടെയാണ്? വിശുദ്ധ ഖുർആനിൽ പരാമർശിച്ച ഈ മഹത്തായ പ്രകാശത്തിന്റെ സ്ഥാനം എവിടെ നിൽക്കുന്നു? മനുഷ്യനെ ഒരാഴ്ച കൊണ്ട് ശുദ്ധീകരിക്കാൻ വിശുദ്ധ ഖുർആന് കഴിയും. ശരിയായ രീതിയിൽ അതിന്റെ കൽപ്പനകളനുസരിച്ച് പ്രവർത്തിക്കുകയാണെങ്കിൽ ഒരാളെ ഒരാഴ്ച കൊണ്ട് ശുദ്ധീകരിക്കാൻ അതിന് കഴിവുണ്ട്. പ്രത്യക്ഷമോ പരോക്ഷമോ ആയ ലക്ഷ്യങ്ങൾ ഇല്ലാതിരിക്കുകയും നിങ്ങൾ അതിൽ നിന്ന് സ്വയം ഓടിപ്പോകാതിരിക്കുകയുമാണെങ്കിൽ നിങ്ങളെ പ്രവാചകന്മാരെ പോലെയാക്കാൻ വിശുദ്ധ ഖുർആന് കഴിയുന്നതാണ്. അഥവാ പരിപൂർണമായും വിശുദ്ധ ഖുർആന്റെ അധ്യാപനങ്ങൾ പാലിക്കുകയും അതിന്റെ എല്ലാ കൽപ്പനകളും അനുസരിക്കുകയും ചെയ്താൽ ഒരു വ്യക്തിയെ പ്രവാചകന്മാരുടെ വർണ്ണത്തിൽ ലയിപ്പിക്കാൻ അതിന് കഴിയുന്നതാണ്. വിശുദ്ധ ഖുർആന്റെ അനുഗ്രഹം മുഖേന ഒരു വ്യക്തിക്ക് പ്രാപിക്കാൻ കഴിയുന്ന ഏറ്റവും ഉന്നതമായ സ്ഥാനമാണിത്. പറയുന്നു, ഖുർആൻ ഒഴികെ മറ്റൊരു ഗ്രന്ഥവും
തുടക്കത്തിൽ തന്നെ അതിന്റെ അനുയായികൾക്ക് വേണ്ടി ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം എന്ന പ്രാർത്ഥന പഠിപ്പിച്ചുകൊണ്ട് പ്രതീക്ഷ നൽകിയിട്ടില്ല. അഥവാ പൂർവികർക്ക് കാണിച്ചു കൊടുത്ത നബിമാരുടെയും റസൂൽമാരുടെയും സിദ്ദീഖുമാരുടെയും ശുഹദാക്കളുടെയും സാലിഹ്യങ്ങളുടേതുമായ അനുഗ്രഹത്തിന്റെ പാതകൾ ഞങ്ങൾക്കും കാണിച്ചു തന്നാലും. പറയുന്നു, അതിനാൽ നിങ്ങൾ സധൈര്യം മുന്നേറുക. നിങ്ങളുടെ പൂർവികർക്ക് നൽകിയ അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് നൽകി അനുഗ്രഹിച്ചുകൊണ്ട് ഖുർആൻ നൽകുന്ന ക്ഷണത്തെ നിങ്ങൾ തട്ടിക്കളയരുത്. അതുപോലെ വിശുദ്ധ ഖുർആന് ശേഷം മാർഗദർശനത്തിന്റെ രണ്ടാമത്തെ ഉറവിടം നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സുന്നത്താണെന്നും മൂന്നാമത്തെ ഉറവിടം ഹദീസാണെന്നും ആ മഹാത്മാവ് പറയുന്നു. കാരണം ഒരുപാട് നാളുകൾക്ക് ശേഷം, വർഷങ്ങൾക്ക് ശേഷം, മറിച്ച് 100-ലധികം വർഷങ്ങൾക്ക് ശേഷമാണ് ഹദീസുകൾ നിലവിൽ വന്നത്. എന്നാൽ ഈ ഹദീസുകൾ ഖുർആനും സുന്നത്തിനും എതിരായിരിക്കരുത് എന്ന നിബന്ധനയുമുണ്ട്. വിശുദ്ധ ഖുർആനെ ആദരിക്കാനും ബഹുമാനിക്കാനും ഉപദേശിച്ചുകൊണ്ട് ആ മഹാത്മാവ് പറയുന്നു, വിശുദ്ധ ഖുർആന് ആദരവ് നൽകുന്നവർ ആകാശലോകത്ത് ആദരിക്കപ്പെടുന്നതാണ്. അതിനെ വിശദീകരിച്ചുകൊണ്ട് ആ മഹാത്മാവ് പറയുന്നു, നിങ്ങൾക്കുള്ള ഒരു സുപ്രധാന പാഠം എന്തെന്നാൽ വിശുദ്ധ ഖുർആനെ പിൻപുറം തള്ളിക്കളഞ്ഞ ഒരു ഗ്രന്ഥത്തെ പോലെ നിങ്ങൾ തള്ളിക്കളയരുത്. കാരണം നിങ്ങളുടെ ജീവിതം അതിലാണ് നിലകൊള്ളുന്നത്. വിശുദ്ധ ഖുർആനെ ആദരിക്കുന്നവർ ആകാശലോകത്തും ആദരിക്കപ്പെടും. വിശുദ്ധ ഖുർആനെ ഒരു തരത്തിലും ഒഴിവാക്കരുത്. അതനുസരിച്ച് പ്രവർത്തിക്കാതിരിക്കുകയും അരുത്. അത് പതിവായി പാരായണം ചെയ്യുക, അതിന്റെ ഉപദേശം സ്വീകരിക്കുക. കാരണം വിശുദ്ധ ഖുർആൻ ആദരിക്കുന്നവർ ആകാശ ലോകത്ത് ആദരിക്കപ്പെടുന്നതാണ്. ആരാണോ എല്ലാ ഹദീസുകളെക്കാളും മറ്റെല്ലാ വചനങ്ങളെക്കാളും വിശുദ്ധ ഖുർആന് മുൻഗണന നൽകുന്നത് അവർ ആകാശത്തും മുന്തിക്കപ്പെടുന്നതാണ്. മനുഷ്യകുലത്തിന് ഭൂലോകത്ത് വിശുദ്ധ ഖുർആൻ അല്ലാതെ മറ്റൊരു ഗ്രന്ഥവുമില്ല. ആദം സന്തതികൾക്ക് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയല്ലാതെ മറ്റൊരു റസൂലോ ശുപാർശകനോ ഇല്ല. ആയതിനാൽ ഈ പ്രതാപശാലിയായ നബിയോട് നിങ്ങൾ ഹൃദയംഗമമായ സ്നേഹം പുലർത്താൻ ശ്രമിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയേക്കാൾ ശ്രേഷ്ഠത നിങ്ങൾ മറ്റൊരാൾക്കും കൽപ്പിക്കരുത്. ഉപരിലോകത്ത് നിങ്ങൾ മോക്ഷം പ്രാപിച്ചവരെന്ന് എഴുതപ്പെടുന്നതിന് വേണ്ടി തന്നെ. മോക്ഷം എന്നത് മരിച്ചതിന് ശേഷം വെളിവാകുന്ന ഒന്നല്ല എന്ന് ഓർത്തുകൊള്ളുക. മറിച്ച് യഥാർത്ഥമായ മോക്ഷം ഈ ലോകത്ത് വെച്ച് തന്നെ അതിന്റെ പ്രകാശം പ്രകടമാക്കുന്നു. വിശ്വാസം എത്രത്തോളം സുദൃഢമാകുന്നു എന്നാൽ ഈ ലോകത്ത് വെച്ച് തന്നെ മനുഷ്യരിൽ അതിന്റെ പ്രകാശം പ്രകടമാകുന്നു. എല്ലാ അക്രമങ്ങളെയും നേരിടാൻ അത് മനുഷ്യനെ പര്യാപ്തനാക്കുന്നു. അതിന്റെ ഏറ്റവും നവീനമായ പ്രകടമായ മാതൃകയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ബുർക്കിന ഫാസോയിൽ ഷഹീദായ നമ്മുടെ സഹോദരങ്ങളിൽ കണ്ടത്. മോക്ഷത്തിന് അർഹരായവർ ആരാണെന്ന് ആ മഹാത്മാവ് പറയുന്നു. ദൈവം സത്യമാണെന്നും മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ആ ദൈവത്തിന്റെയും മുഴുവൻ സൃഷ്ടിജാലത്തിന്റെയും ഇടയിലുള്ള ശുപാർശകനാണെന്നും ആകാശത്തിന് കീഴിൽ ആ പുണ്യാത്മാവിന്റെ പദവിയിലുള്ള മറ്റൊരു പ്രവാചകനും ഇല്ലെന്നും ഖുർആന് തത്തുല്യമായ മറ്റൊരു ഗ്രന്ഥമില്ലെന്നും അള്ളാഹു ആരെയും ചിരഞ്ജീവിയാക്കാൻ ഉദ്ദേശിച്ചിട്ടില്ലെങ്കിലും ഈ വരിഷ്ഠനായ പ്രവാചകൻ എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണെന്ന് വിശ്വസിക്കുകയും ചെയ്യുന്നവർ തന്നെ. നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയെ നിന്ദിക്കുന്നു എന്ന മറ്റൊരു ആരോപണത്തെയും ഇത് ഇല്ലാതാക്കുന്നു. പിന്നീട് വിശുദ്ധ ഖുർആൻ ഖാത്തമുൽ ഖുത്തുബാണെന്ന് പറഞ്ഞുകൊണ്ട് ആ മഹാത്മാവ് പറയുന്നു. അതേപോലെ വിശുദ്ധ ഖുർആന് ശേഷം സന്മാർഗത്തിനുള്ള രണ്ടാമത്തെ മാർഗമായി ആ മഹാത്മാവ് പറയുന്നത് സുന്നത്തും മൂന്നാമത്തേത് ഹദീസുമാണ്. കാരണം അത് കുറെ കാലം അഥവാ വർഷങ്ങൾ കഴിഞ്ഞാണ് വരുന്നത്. 100 വർഷത്തിലേറെ കാലം കഴിഞ്ഞാണ് വന്നത്. പ്രസ്തുത ഹദീസുകൾ ഖുർആനും സുന്നത്തിനും വിരുദ്ധമാകരുതെന്ന് നിബന്ധനയുണ്ട്. വിശുദ്ധ ഖുർആനെ ആദരിക്കണമെന്ന് ഉത്ബോധിപ്പിച്ചുകൊണ്ട് ആ മഹാത്മാവ് പറയുന്നു, ഖുർആനെ ആദരിക്കുന്നവർ സ്വർഗലോകത്തും ആദരിക്കപ്പെടുന്നതാണ്. ഇതിന് വിശദീകരിച്ചുകൊണ്ട് ആ മഹാത്മാവ് പറഞ്ഞു, വിശുദ്ധ ഖുർആനെ ഒരു പാഴ്വസ്തുവെന്നോണം തള്ളിക്കളയരുതെന്നാണ് നിങ്ങൾക്കുള്ള എൻ്റെ സുപ്രധാന പാഠം. നിങ്ങളുടെ ജീവിതം കുടികൊള്ളുന്നത് ഇതിലാണ്. ഖുർആനെ ആദരിക്കുന്നവർ സ്വർഗലോകത്തും ആദരിക്കപ്പെടുന്നതാണ്. വിശുദ്ധ ഖുർആനിൽ നിന്ന് ഒരിക്കലും അകന്നു നിൽക്കരുത്. അതനുസരിച്ച് പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യരുത്. അത് നിരന്തരം പാരായണം ചെയ്തുകൊണ്ടിരിക്കുക. അതിലെ ഉപദേശങ്ങൾ കർമ്മപഥത്തിൽ കൊണ്ടുവരിക. എന്തെന്നാൽ ഖുർആൻ ആദരിക്കുന്നവർ സ്വർഗലോകത്തും ആദരിക്കപ്പെടുന്നതാണ്.
ഏതൊരു ഹദീസിനേക്കാളും വിശുദ്ധ ഖുർആന് മുൻഗണന നൽകുന്നവർക്ക് സ്വർഗലോകത്തും മുൻഗണന നൽകുന്നതായിരിക്കും. മനുഷ്യകുലത്തിന് ഭൂമുഖത്ത് വിശുദ്ധ ഖുർആൻ അല്ലാതെ മറ്റൊരു ഗ്രന്ഥവുമില്ല. ആദം സന്തതികൾക്കാകമാനം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയല്ലാതെ മറ്റൊരു ദൂതനും ശുപാർശകനുമില്ല. ആകയാൽ പ്രതാപവാനായ ഈ പ്രവാചകനെ ഹൃദയാത്മനാ സ്നേഹിക്കാൻ നിങ്ങൾ ശ്രമിക്കുക. മറ്റുള്ളവർക്ക് ആ മഹാത്മാവിനേക്കാൾ മഹത്വം നൽകാതിരിക്കുക. സ്വർഗലോകത്ത് നിങ്ങൾക്ക് മോക്ഷം ലഭിക്കുന്നവരായി രേഖപ്പെടുത്തുന്നതിന് വേണ്ടി തന്നെ. ഓർക്കുക, മരണാനന്തരം കരതകമാകുന്ന ഒന്നല്ല മോക്ഷം, മറിച്ച് യഥാർത്ഥ മോക്ഷം ഇഹലോകത്ത് വെച്ച് തന്നെ അതിന്റെ ജ്യോതിസ് പ്രകടമാക്കുന്നു. ഇഹലോകത്ത് വെളിച്ചമേകുമാറ് ഓരോ അക്രമവും നേരിടുവാൻ സുദൃഢമായ വിശ്വാസം അയാൾക്ക് കൈവരുന്നു. കഴിഞ്ഞ ദിവസം ബുർക്കിന ഫാസോയിൽ ഷഹീദായ നമ്മുടെ സഹോദരങ്ങൾ ഇതിനുള്ള വ്യക്തമായ നിദർശനമാണ്. അവിടുന്ന് പറയുന്നു, മോക്ഷം ലഭിച്ചവർ ആരാണ്? ദൈവം സത്യമായും ഉണ്ടെന്നും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അവനും മനുഷ്യകുലത്തിനുമിടയിലുള്ള ശുപാർശകനാണെന്നും ആകാശത്തിനു കീഴിൽ ആ മഹാത്മാവിന് സമാനനായി മറ്റൊരു നബിയില്ലെന്നും വിശുദ്ധ ഖുർആനോട് കിടപിടിക്കുന്ന മറ്റൊരു ഗ്രന്ഥമില്ലെന്നും ദൃഢവിശ്വാസം കൈക്കൊള്ളുന്നവൻ തന്നെ. ഒരാളെ സംബന്ധിച്ചും എന്നെന്നും ജീവിച്ചിരിക്കാൻ ദൈവം ആഗ്രഹിച്ചിട്ടില്ല. എന്നാൽ ഈ മഹാപ്രവാചകൻ എന്നെന്നും ജീവിച്ചിരിക്കുന്നു. ഞങ്ങൾ നൗസുബില്ലാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ അവഹേളിക്കുന്നവരാണെന്ന ആക്ഷേപത്തെയും അവിടുന്ന് ഖണ്ഡിച്ചു. തുടർന്ന് വിശുദ്ധ ഖുർആനെ ഖാത്തമുൽ കുത്തുബ് എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് ആ മഹാത്മാവ് പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാത്തമുൻ നബിയിനും വിശുദ്ധ ഖുർആൻ ഖാത്തമുൽ കുത്തുബുമാകുന്നു. ഇനി മറ്റൊരു കലിമയും നമസ്കാരവും ഉണ്ടാവുക സാധ്യമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതും ചെയ്തു കാണിച്ചതും വിശുദ്ധ ഖുർആനിലുള്ളതും ഉപേക്ഷിച്ചുകൊണ്ട് മോക്ഷം ലഭിക്കുകയില്ല. അത് ഉപേക്ഷിക്കുന്നവൻ നരകത്തിൽ പോകുന്നതാണ്. ഇതാണ് ഞങ്ങളുടെ വിശ്വാസാദർശങ്ങൾ. എന്നാൽ ഇതോടൊപ്പം മറ്റൊരു കാര്യം കൂടി ഓർക്കേണ്ടതുണ്ട്. ഈ ഉമ്മത്തിനു വേണ്ടി ദിവ്യഭാഷണത്തിന്റെ കവാടം തുറക്കപ്പെട്ടിരിക്കുന്നു. ദൈവിക സംഭാഷണത്തിന്റെയും സംബോധനകളുടെയും കവാടം തുറന്നിരിക്കുന്നു. അത് അടഞ്ഞുപോയിട്ടില്ല. ഈ കവാടം വിശുദ്ധ ഖുർആന്റെയും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സത്യസാക്ഷ്യത്തിനുള്ള പുതുസാക്ഷ്യമായി എന്നെന്നും നിലകൊള്ളുന്നു. ഇതിനാണ് വിശുദ്ധ ഖുർആനിൽ ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം എന്ന പ്രാർത്ഥന പഠിപ്പിച്ചിട്ടുള്ളത്. പറയുന്നു, സുഹൃതം ചെയ്യപ്പെട്ടവരുടെ മാർഗത്തിനായുള്ള പ്രാർത്ഥനയിൽ പ്രവാചകന്മാരുടെ ശ്രേഷ്ഠ ഗുണങ്ങൾ സ്വായത്തമാക്കുന്നതിലേക്കാണ് സൂചന നൽകുന്നത്. പ്രവാചകന്മാർക്ക് നൽകപ്പെട്ട ശ്രേഷ്ഠ ഗുണം ദിവ്യജ്ഞാനമായിരുന്നു എന്നത് വ്യക്തമാണല്ലോ. ദിവ്യഭാഷണം മുഖേനയാണ് അവർക്ക് പ്രസ്തുത അനുഗ്രഹം ലഭിച്ചത്. അതിനായി നിങ്ങളും അഭിലഷിക്കുക. ഈ പ്രാർത്ഥന ചെയ്യണമെന്ന് നിർദ്ദേശിക്കുന്ന വിശുദ്ധ ഖുർആൻ അതിന് ഫലം നൽകാതിരിക്കുമെന്നും ഈ ഉമ്മത്തിലെ ഒരു വ്യക്തിക്കും ഈ സൗഭാഗ്യം ലഭിക്കുകയില്ലെന്നും ചിന്തിക്കരുത്. ഒന്നാമതായി ഈ ദുആ ചെയ്തുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ എല്ലാവരും ദുആ ചെയ്യുക. ഈ സ്ഥാനത്തെത്തിയവർക്ക് ആ പദവി ലഭിക്കുന്നതാണെന്ന് അള്ളാഹു പറയുന്നു. മുസ്ലിങ്ങളുടെ അവസ്ഥ വിചിത്രകരമാണ്. അവിടുന്ന് പറയുന്നു, അള്ളാഹുവാണ് ഈ ദുആ പഠിപ്പിച്ചത്. എന്നിട്ട് അവർ പറയുന്നു, ഈ ഉമ്മത്തിലെ ഒരുപാട് പേർ പോയി ഒരാൾക്ക് പോലും ഈ സൗഭാഗ്യം ലഭിക്കുകയില്ലെന്ന്. ഈ പദവി ഈ ഉമ്മത്തിൽ ഒരാൾക്ക് പോലും കരസ്ഥമാക്കാൻ ആവില്ലെന്നും അവർ പറയുന്നു. ആ മഹാത്മാവ് പറയുകയാണ്, അവരെ സംബന്ധിച്ചിടത്തോളം പ്രസ്തുത കവാടം ഖിയാമത്ത് നാൾ വരെ അടഞ്ഞിരിക്കുന്നു. ഇനി പറയൂ, ഇതുകൊണ്ട് ഇസ്ലാമിന്റെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും അവഹേളനമാണോ സാധ്യമാകുന്നത്? അതല്ല സവിശേഷതയോ? അവഹേളിക്കുന്നുവെന്ന ആക്ഷേപമോ ഞങ്ങളുടെ മേലാണ് താനും. ഇനി നിങ്ങൾ തന്നെ പറയുക, കവാടം കൊട്ടിയടയ്ക്കുന്നത് നിങ്ങളാണ്. അള്ളാഹുവാകട്ടെ ദുആ പഠിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. എന്നിട്ട് നിങ്ങൾ കവാടം അടച്ചുപൂട്ടിക്കൊണ്ട് അവനെ അവഹേളിക്കുന്നവരായി മാറുന്നത് നിങ്ങളാണോ അതോ ഞങ്ങളാണോ? പറയുന്നു, ഞാൻ സത്യമായും പറയുന്നു, ഈ വിശ്വാസം വെച്ച് പുലർത്തുന്നവൻ ഇസ്ലാമിനെ അവഹേളിക്കുകയാണ് ചെയ്യുന്നത്. ശരീഅത്തിന്റെ കാതലെന്തെന്ന് അവൻ മനസ്സിലാക്കുന്നില്ല. മനുഷ്യൻ നാവുകൊണ്ട് മാത്രം കലിമുരുവിടാതെ അതിനെ വാസ്തവത്തിൽ ഗ്രഹിക്കണമെന്നതാണ് ഇസ്ലാം ഉദ്ദേശിക്കുന്നത്. സ്വർഗ നരകങ്ങളിൽ കാൽപ്പനികമായി വിശ്വാസം കൊള്ളാതെ ഈ ലോകത്തു തന്നെ സ്വർഗീയ അവസ്ഥകൾ ശരിയാവണ്ണം അറിയുകയാണ് വേണ്ടത്. ഇഹലോകം സ്വർഗതുല്യമാകും വിധം നന്മകൾ ചെയ്യുകയും പ്രാകൃത മനുഷ്യരുടെ പാപങ്ങളിൽ നിന്ന് മുക്തി നേടുകയും ചെയ്യുക. പറയുന്നു, ഇതായിരുന്നു ഇസ്ലാമിന്റെ മഹത്തായ ലക്ഷ്യം. മറ്റൊരു മതത്തിനും സമാനമായത്
തങ്ങളുടെ മതങ്ങളിൽ അവതരിപ്പിക്കാൻ കഴിയാത്ത വിധം പാവനമായ ലക്ഷ്യമാണിത്. ഇതിന് മാതൃക കാണിക്കാനും അവർക്കാവില്ല. പറയാൻ ആർക്കും കഴിയും, എന്നാൽ ആർക്കാണ് അത് കാണിച്ചു തരാൻ കഴിയുക? ആകയാൽ വാഗ്ദത്ത മസീഹിൽ വിശ്വസിക്കുന്നവർ ഇന്ന് ഈ നിലവാരം സ്വായത്തമാക്കേണ്ടതുണ്ട്. ലോകത്തോട് പറയണം, നമ്മുടെ മേൽ കുഫ്ർ ഫത്വ പ്രവർത്തിക്കുന്നവർക്ക് അഹമ്മദികൾ വെറും കഥകൾ മാത്രം പറയുന്നവരല്ലെന്നും ജീവൽ ഗ്രന്ഥത്തിനും ജീവൽ ദൂതനും വിശ്വസിക്കുന്നവരുടെ മേൽ ദിവ്യാനുഗ്രഹങ്ങൾ ഇന്നും ഇറങ്ങുമെന്ന് വിശ്വസിക്കുന്നവരാണെന്നും കാണിച്ചു കൊടുക്കേണ്ടതുണ്ട്. അള്ളാഹു ഇന്നും സംസാരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മൾ. ഹദ്റത്ത് മസീഹ് അലൈഹി ഇസ്ലാം പറയുന്നു, ഖാത്തമുൽ മോമിനീനും ഖാത്തമുൽ ആരിഫീനും ഖാത്തമുൻ നബിയീനുമായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അള്ളാഹു നമുക്ക് നൽകി. അതുപോലെ ഖാത്തമുൽ കുത്തുബായ ഒരു സമഗ്ര ഗ്രന്ഥം അവൻ ആ മഹാത്മാവിനിറക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാത്തമുൻ നബിയീനാണെന്നതുകൊണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നുബുവത്ത് അവസാനിച്ചതുകൊണ്ടും ഒരാളെ കഴിച്ചു ധരിച്ച് കഥ കഴിക്കുന്നത് പോലെ അവസാനിച്ചു എന്നല്ല അർത്ഥമാക്കുന്നത്. അത്തരം അവസാനിപ്പിക്കൽ അഭിമാനകരമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയിൽ നുബുവത്ത് അവസാനിച്ചിരിക്കുന്നു എന്നതുകൊണ്ടുള്ള ഉദ്ദേശം നുബുവത്ത് സ്വാഭാവികമായ നിലയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ അവസാനിച്ചു എന്നാണ്. അതായത് ആദം മുതൽ ഈസാ നബി അലൈഹി ഇസ്ലാം വരെ വിവിധ വ്യക്തികൾക്ക് വിഭിന്ന രീതിയിൽ നൽകപ്പെട്ടിരുന്ന ശ്രേഷ്ഠതകൾ സകലതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയിൽ സമാഹരിക്കപ്പെട്ടിരിക്കുന്നു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വാഭാവികമായ നിലയിൽ ഖാത്തമുൻ നബിയിനായി മാറി. അതുപോലെ വിവിധ ഗ്രന്ഥങ്ങൾ പകർന്നു കൊടുത്തിട്ടുള്ള ദിവ്യജ്ഞാനങ്ങളുടെയെല്ലാം വിശുദ്ധ ഖുർആനോടുകൂടി അവസാനിച്ചു. അങ്ങനെ വിശുദ്ധ ഖുർആൻ ഖാത്തമുൽ കുത്തുബായി മാറി. വീണ്ടും പറയുന്നു, നബി തിരുമേനിയെ വിശേഷിപ്പിച്ചിരിക്കുന്ന ഖാത്തമുൻ നബിയീൻ എന്ന പദം കൊണ്ട് തന്നെ സ്വാഭാവികമായും തിരുമേനിയിൽ അവതരിച്ച ഗ്രന്ഥവും ഖാത്തമുൽ കുത്തുബാണെന്നും സകല ശ്രേഷ്ഠതകളും അതിൽ ഉൾക്കൊള്ളുന്നുവെന്നും ആ ശ്രേഷ്ഠതകളൊക്കെ തന്നെ അതിലടങ്ങിയിരിക്കുന്നുവെന്നും അർത്ഥമാകുന്നു. എന്തെന്നാൽ ഒരു വ്യക്തിയുടെ ആധ്യാത്മിക ശക്തിക്കും ചൈതന്യത്തിനും അനുസരിച്ചായിരിക്കും അദ്ദേഹത്തിൽ ദൈവിക വചനങ്ങൾ ഇറങ്ങുക എന്നത് ദൈവിക വചനത്തെ സംബന്ധിച്ച ഒരു പൊതുതത്വമാണ്. ആ വചനങ്ങൾക്ക് അത്ര തന്നെ മഹത്വവും ഉണ്ടായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആധ്യാത്മിക ശക്തിയും ആത്മചൈതന്യവും ഉന്നത നിലവാരത്തിലുള്ളതായിരുന്നു. അവിടത്തേക്കാൾ ഉന്നതമായ പദവി ആർക്കും ലഭിച്ചിട്ടില്ല, ഇനിയൊട്ട് ലഭിക്കുകയുമില്ല. ഇതേവരെ ഉണ്ടായിട്ടില്ലാത്തതും ഇനിയൊട്ടും ഉണ്ടാകാത്തതുമായ മഹോന്നതമായ പദവിയാണിത്. എന്നിട്ടാണ് ഞങ്ങൾ വാഗ്ദത്ത മസീഹ് അലി ഇസ്ലാമിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനേക്കാൾ മഹാനാണെന്ന് വിശ്വസിക്കുന്നുവെന്ന് ആക്ഷേപിക്കുന്നത്. നൗസുബില്ലാ, ഞങ്ങൾ നുബുവത്തിനെ അവഹേളിക്കുന്നുവെന്നും ഇവർ ആക്ഷേപിക്കുന്നു. ഈ ഉദ്ധരണികൾക്ക് ശേഷം അഹമ്മദികൾ നുബുവത്തിനെ അവഹേളിക്കുന്നവരാണെന്ന് നീതിബോധമുള്ള ഒരു വ്യക്തിക്കും പറയാൻ സാധ്യമല്ല. ആ മഹാത്മാവ് പറയുന്നു, ആകയാൽ മുൻകാല ഗ്രന്ഥങ്ങളിൽ ഒന്നിനും എത്തിപ്പെടാനാവാത്ത ഉന്നത സ്ഥാനത്താണ് വിശുദ്ധ ഖുർആൻ വിഹരിക്കുന്നത്. എന്തെന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആധ്യാത്മിക ശക്തി മറ്റുള്ളവരെക്കാൾ ഉന്നതമായിരുന്നു. ശ്രേഷ്ഠതയുടെ എല്ലാ ഘട്ടങ്ങളും തിരുമേനിയിൽ അവസാനിക്കുകയും ഔന്നത്യത്തിന്റെ ഉത്തുംഗ ബിന്ദുവിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്തുകയും ചെയ്തിരിക്കുന്നു. ആ പദവിയിൽ ആ മഹാത്മാവിനിറങ്ങിയ വിശുദ്ധ ഖുർആനും ശ്രേഷ്ഠതയുടെ പരകോടി പ്രാപിച്ചിരിക്കുന്നു. നുബുവത്തിന്റെ ശ്രേഷ്ഠതകൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ അവസാനിച്ചതുപോലെ വചനാത്ഭുതങ്ങൾ വിശുദ്ധ ഖുർആനിൽ അവസാനിച്ചു. അങ്ങനെ അവിടുന്ന് ഖാത്തമുൻ നബിയീനും അവിടുത്തെ ഗ്രന്ഥം ഖാത്തമുൽ കുത്തുബുമായി മാറി. പറയുന്നു, വചനാത്ഭുതങ്ങൾക്ക് സാധ്യമായ സകല പദവികളുടെയും ഉത്തുംഗ ബിന്ദുവിലാണ് വിശുദ്ധ ഖുർആൻ വിഹരിക്കുന്നത്. ഒരു വചനത്തിൽ എന്തെല്ലാം സവിശേഷതകളുണ്ടോ, മഹത്വങ്ങളുണ്ടോ, മഹാത്ഭുതങ്ങളുണ്ടോ, അവയെല്ലാം അതിലടങ്ങിയിരിക്കുന്നു. അതായത് സാഹിത്യ സമ്പുഷ്ടിയുടെ കാര്യത്തിലാണെങ്കിലും വിഷയക്രമത്തിന്റെ കാര്യത്തിലാണെങ്കിലും അധ്യാപനങ്ങളുടെ കാര്യത്തിലാണെങ്കിലും ദർശന വൈശിഷ്ട്യത്തിന്റെ കാര്യത്തിലാണെങ്കിലും ദർശനങ്ങൾ ഉളവാക്കുന്ന ഫലങ്ങളുടെ കാര്യത്തിലാണെങ്കിലും ശരി. ചുരുക്കത്തിൽ ഏത് വശത്തിലൂടെ നോക്കിയാലും വിശുദ്ധ ഖുർആന്റെ വൈശിഷ്ട്യം ദൃശ്യമാകുകയും അതിന്റെ ദിവ്യാത്ഭുതം സ്ഥാപിതമാവുകയും ചെയ്യുന്നു. ഇക്കാരണം കൊണ്ടാണ് വിശുദ്ധ ഖുർആൻ ഏതെങ്കിലും പ്രത്യേക കാര്യത്തിൽ ഉദാഹരണം കൊണ്ടുവരാൻ ആവശ്യപ്പെടാതിരുന്നത്. പൊതുവായ നിലയിൽ തുല്യമായത് കൊണ്ടുവരാനാണ് ആഹ്വാനം ചെയ്യുന്നത്. അതായത് ഏത് നിലയിൽ വേണമെങ്കിലും എതിർത്തുകൊള്ളുക. സാഹിത്യ സമ്പുഷ്ടിയുടെ കാര്യത്തിലാണെങ്കിലും ശരി, ഒരു പ്രത്യേക കാര്യത്തെ ചൊല്ലി അത് ആഹ്വാനം ചെയ്തിട്ടില്ല.
വിശുദ്ധ ഖുർആനോട് ഏത് നിലയിലും മത്സരിക്കാവുന്നതാണ്. എല്ലാവിധ വിഷയങ്ങളും വിശുദ്ധ ഖുർആനിൽ പരാമർശിക്കപ്പെട്ടിരിക്കുന്നു. അത് സാഹിത്യ സമ്പുഷ്ടിയുടെ കാര്യത്തിലാകട്ടെ, ഉദ്ദേശ ലക്ഷ്യങ്ങളുടെ കാര്യത്തിലാകട്ടെ, അധ്യാപനങ്ങളുടെ കാര്യത്തിലാകട്ടെ, പ്രവചനങ്ങളുടെയും അദൃശ്യ കാര്യങ്ങളുടെയും കാര്യത്തിലാകട്ടെ, വിശുദ്ധ ഖുർആനുള്ള പ്രവചനങ്ങളുടെയും അദൃശ്യ കാര്യങ്ങളുടെയും കാര്യത്തിലാവട്ടെ, ഏത് വിധേന നോക്കിയാലും ദിവ്യദൃഷ്ടാനന്ദമാണെന്ന് ചുരുക്കം. തുടർന്ന് ഒരു സഹസില മഹാത്മാവ് പറയുന്നു, ഖാത്തമുൽ കുത്തുബായ വിശുദ്ധ ഖുർആൻ വാസ്തവത്തിൽ കഥകളുടെ സമാഹാരമല്ലെന്ന കാര്യം ഒരിക്കലും വിസ്മരിക്കരുത്. സത്യം മറച്ചു വെച്ചുകൊണ്ടും അബദ്ധധാരണകൾ കൊണ്ടും വിശുദ്ധ ഖുർആൻ കഥാസമാഹാരമാണെന്ന് പറയുന്നവർ സത്യം തിരിച്ചറിയാൻ പ്രാപ്തിയില്ലാത്തവരാണ്. ആ പരിശുദ്ധ ഗ്രന്ഥം മുൻകാല കഥകളെപ്പോലും ഒരു തത്വദർശനമാക്കി അവതരിപ്പിക്കുന്നു. അതിൽ വിവരിക്കപ്പെട്ട കഥകൾ തന്നെ ഒരു തത്വദർശനം എന്ന നിലയിലാണ് അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. അതിലൊരു പാഠവും ഗഹനതയുമുണ്ട്. പറയുന്നു, ആ കഥകളെപ്പോലും തത്വദർശനമാക്കി എന്നത് മറ്റെല്ലാ ഗ്രന്ഥങ്ങളോടും പ്രവാചകന്മാരോടും അത് ചെയ്ത മഹത്തായ ഔദാര്യമാണ്. അല്ലായിരുന്നുവെങ്കിൽ ഇന്ന് പരിഹസിക്കപ്പെട്ടേനെ. പ്രപഞ്ച വസ്തുക്കളുടെ പൊരുളുകളും സവിശേഷതകളും സംബന്ധിച്ച പഠനങ്ങൾ പുരോഗമിക്കുന്ന ഇക്കാലത്ത് ദിവ്യജ്ഞാനത്തിനും സത്യപ്രകാശനത്തിനും ഒരു സംവിധാനമൊരുക്കിയത് അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹമാകുന്നു. മഹാവിജ്ഞാനങ്ങളുടെ വിദഗ്ധർ ഉദയം ചെയ്തുകൊണ്ടിരിക്കുന്നു. വിവിധങ്ങളായ ശാസ്ത്ര വിഷയങ്ങളും മറ്റും മുഖേന ലോകം പുരോഗതി പ്രാപിച്ചുകൊണ്ടിരിക്കുന്നു. വീണ്ടും ഗവേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അതിനായി ഒരു സംവിധാനമൊരുക്കി അതിന്റെ വ്യാഖ്യാനം ഖുർആനിക വിജ്ഞാനങ്ങളിലൂടെ സ്വായത്തമാക്കിക്കൊണ്ടും അതിലെ പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടും മതവും ശാസ്ത്രവും എങ്ങനെ സമരസപ്പെടുന്നുവെന്ന് വാഗ്ദത്ത മസീഹ് അലി ഇസ്ലാം വിവരിച്ചു കാണിച്ചു. പറയുന്നു, കുഴപ്പം വർദ്ധിച്ച ഈ കാലഘട്ടത്തിൽ ഈ സംഗതികൾക്കെല്ലാം കഥകളിൽ കവിഞ്ഞ സ്ഥാനമുണ്ടായിരുന്നില്ല. ശാസ്ത്രത്തിന്റെ കാലഘട്ടത്തിൽ പരിഹസിക്കപ്പെടുന്നു. ഇരുട്ടിന്റെ കാലമായിരുന്നു അത്, അജ്ഞതയുടെ കാലമായിരുന്നു. അക്കാലത്ത് ജ്ഞാനികൾ വളരെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. അക്കാലത്താണ് ഈ സംഗതികൾ പ്രചരിച്ചിരുന്നത്. ജനങ്ങൾ പരിഹസിച്ചിരുന്നു, ശാസ്ത്രജ്ഞരും പരിഹസിച്ചിരുന്നു. എന്നാൽ അള്ളാഹു വാഗ്ദത്ത മസീഹിനെ അയച്ചുകൊണ്ട് അതിന്റെ വ്യാഖ്യാനവും വിശദീകരണവും ദിവ്യജ്ഞാനവും വിവരിച്ചു നൽകുന്നു. പറയുന്നു, വൈജ്ഞാനിക നിലയിൽ ഒരു തത്വദർശനം പോലെ അവതരിപ്പിച്ചു. മുസ്ലിങ്ങൾ അള്ളാഹുവിനോട് നന്ദി പറയുകയാണ് വേണ്ടത്. ഇക്കാലത്ത് അവൻ തന്റെ വാഗ്ദാന പ്രകാരം വിശുദ്ധ ഖുർആനിലെ യഥാർത്ഥ അധ്യാപനങ്ങൾ വിവരിക്കുന്നതിനായി തന്റെ ദൂതനെ അയച്ചു. ഇസ്ലാമിക അധ്യാപനങ്ങളുടെ മേൽ അജ്ഞതയാൽ ഉന്നയിക്കപ്പെട്ടിട്ടുള്ള ആരോപണങ്ങൾ ആ മഹാത്മാവ് നീക്കം ചെയ്തു. വിശുദ്ധ ഖുർആനിൽ വിശ്വസിക്കുകയും അതിനെ പിൻപറ്റുകയും ചെയ്യേണ്ടത് വളരെ അനിവാര്യമാണെന്ന് അവിടുന്ന് കരുതിയിരുന്നു. വിശ്വാസത്തിന്റെ ഭാഗമായിട്ടാണ് അവിടുന്ന് അതിനെ കണ്ടത്. ഈ കാര്യത്തെ വിശദീകരിച്ചുകൊണ്ട് ആ മഹാത്മാവ് പറയുന്നു, വിശുദ്ധ ഖുർആനെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെയും പിൻപറ്റുന്ന കാര്യത്തിൽ അല്പം പോലും വിട്ടുവീഴ്ച വരുത്തുന്നത് ഞാൻ വിശ്വാസരാഹിത്യമായി കണക്കാക്കുന്നു. അക്കാര്യത്തിൽ അല്പമാത്രമായ അശ്രദ്ധ പോലും ഒരാളെ നരകാവകാശിയെ ആക്കുമെന്നാണ് എന്റെ മതം. തുടർന്ന് പറയുന്നു, ഈ ആദർശത്തെക്കുറിച്ച് ഞാൻ പ്രഭാഷണങ്ങളിൽ മാത്രമല്ല മറിച്ച് ഏതാണ്ട് 60ഓളം ഗ്രന്ഥങ്ങളിലും സവിശദം പരാമർശിച്ചിട്ടുണ്ട്. രാപ്പകൽ ഭേദമന്യേ എനിക്ക് ഈ ഒരു ചിന്തയാണുള്ളത്. അദ്ദേഹം തുടർന്ന് പറയുന്നു, നമ്മുടെ വിരോധികൾ ഒറ്റയടിക്ക് നമുക്ക് മേൽ കുഫർ ഫത്വ പുറപ്പെടുവിക്കുന്നു. നമ്മുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും വാദം കേട്ടാൽ അള്ളാഹുവിനെ ഭയക്കുകയും നിങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഇസ്ലാമിന് വിരുദ്ധമാണ്, അതിന് എന്ത് വിശദീകരണമാണ് നൽകാനുള്ളത് എന്ന് ചോദിക്കുകയുമാണ് നീതി. ഇവർക്ക് കുഫർ ഫത്വ പുറപ്പെടുവിക്കാനാണ് താല്പര്യമുള്ളത്. ചുരുക്കത്തിൽ നാം വിവരിച്ചതെല്ലാം ഇസ്ലാമിന്റെയും വിശുദ്ധ ഖുർആന്റെയും അധ്യാപനങ്ങൾക്ക് അനുസൃതമാണ്. നമ്മുടെ വിശ്വാസാദർശങ്ങൾ ഇതുതന്നെയുമാണ്. അപ്രകാരമാണ് നാം പ്രവർത്തിക്കുന്നതും. വിശുദ്ധവും സമഗ്രവുമായ അധ്യാപനം വിശുദ്ധ ഖുർആന്റേതാണ്. മനുഷ്യനാകുന്ന വൃക്ഷത്തിന്റെ ഓരോ ശാഖകളെയും പരിപാലിക്കുന്നത് അതാണ്. വിശുദ്ധ ഖുർആൻ ഒരിക്കലും ഒരു വശത്തിൽ മാത്രമല്ല ഊന്നൽ നൽകുന്നത്. അത് ചിലപ്പോൾ ക്ഷമയുടെയും വിട്ടുവീഴ്ചയും പഠിപ്പിക്കുന്നു. എന്തെന്നാൽ വിട്ടുവീഴ്ച കൊണ്ട് ഫലഫലമുണ്ടാകണമെന്ന ഉപാധിയും വെച്ചിട്ടുണ്ട്. ചിലപ്പോഴാകട്ടെ അവസരോചിതമായി അപരാധിക്ക് ശിക്ഷയും വിധിക്കുന്നു. ചില സമയത്ത് മാപ്പാക്കാനും ചില സമയത്ത്
ശിക്ഷിക്കാനും കൽപ്പിക്കുന്നു. ചുരുക്കത്തിൽ നമ്മുടെ കൺമുമ്പാകെയുള്ള അള്ളാഹുവിന്റെ പ്രകൃതി നിയമത്തിന്റെ നേർചിത്രമാണ് വിശുദ്ധ ഖുർആൻ എന്നതാണ് വാസ്തവം. അള്ളാഹുവിന്റെ വാക്കും പ്രവൃത്തിയും സമാനമായിരിക്കുമെന്നത് തികച്ചും യുക്തിയുക്തമായ കാര്യമാകുന്നു. അതായത് അള്ളാഹുവിന്റെ പ്രവൃത്തികൾ ഏത് രൂപഭാവങ്ങളോടെയാണോ നമുക്ക് കാണാനാകുന്നത് അതിന് അനുസൃതമായിരിക്കണം അള്ളാഹുവിന്റെ സത്യഗ്രന്ഥത്തിന്റെ അധ്യാപനങ്ങൾ എന്നത് അത്യന്താപേക്ഷിതമാണ്. നമുക്ക് കാണാൻ സാധിക്കുന്ന പൊതുവിലുള്ള നിയമമാണിത്. അള്ളാഹു ചിലപ്പോൾ മാപ്പാക്കുന്നു, ചിലപ്പോൾ ശിക്ഷിക്കുന്നു, ചിലപ്പോൾ വിട്ടുവീഴ്ച ചെയ്യുന്നു എന്നൊക്കെയാണ്. ഈ ഒരു പൊതുതത്വമായിരിക്കണം മതാധ്യാപനങ്ങളിലും അവലംബിക്കേണ്ടത്. ഇതുതന്നെ മതഗ്രന്ഥത്തിലും വേണ്ടതാണ്. അതായത് ഖുറാനിലും ആവർത്തിക്കപ്പെടേണ്ടതുണ്ട്. അല്ലാതെ പ്രവർത്തികളിലൊന്നും വാക്കുകളിൽ മറ്റൊന്നും പ്രകടമാകുന്ന അവസ്ഥ ഉണ്ടാകരുത്. ദൈവത്തിന്റെ പ്രവൃത്തിയിൽ എപ്പോഴും സൗമ്യഭാവവും വിട്ടുവീഴ്ച മനോഭാവവുമല്ല നമുക്ക് കാണാൻ സാധിക്കുക. മറിച്ച് കുറ്റവാളികൾക്ക് അവൻ വിവിധങ്ങളായ ശിക്ഷകളും നൽകാറുണ്ട്. അത്തരം ശിക്ഷകളെക്കുറിച്ച് മുൻ വേദങ്ങളിലും പ്രതിപാദ്യമുണ്ട്. നമ്മുടെ ദൈവം ഹലീം അഥവാ സഹിഷ്ണുതയുള്ളവൻ മാത്രമല്ല, മറിച്ച് ഹക്കീം അഥവാ യുക്തിജ്ഞനുമാണ്. അവൻ രൗദ്രഭാവം അലീം അഥവാ ഉഗ്രവുമാണ്. അവന്റെ പ്രകൃതി നിയമങ്ങൾക്ക് അനുഗുണമായിട്ടുള്ളതായിരിക്കും ഒരു സത്യവേദം. സത്യപൂർണമായ സത്യവചനം ഒരിക്കലും അവന്റെ പ്രവൃത്തിക്ക് വിരുദ്ധമായിക്കൂടാ. അള്ളാഹു എപ്പോഴും തന്റെ സൃഷ്ടികളോട് മയത്തോടും ക്ഷമയോടും മാത്രം പെരുമാറുന്നതും ഒരു ശിക്ഷയും നൽകാത്തതുമായി നാം ഒരിക്കലും കണ്ടിട്ടില്ല. ഇപ്പോൾ തന്നെയും ദുഷ്പ്രകൃതരായ ആളുകൾക്ക് വിനാശകരമായ ഭൂചലനത്തെക്കുറിച്ച് അള്ളാഹു നാം മുഖേന ദീർഘദർശനം നൽകിയിട്ടുമുണ്ട്. തുടർന്ന് പറയുന്നു, ലോകത്ത് വിശുദ്ധ ഖുർആൻ മാത്രമാണ് ദൈവത്തിന്റെ പ്രവൃത്തികളും മനുഷ്യ പ്രകൃതത്തിലും മനുഷ്യ മനസാക്ഷിയിലും മുദ്രിതമായ കാര്യങ്ങളും ഉൾക്കൊള്ളുന്ന ദൈവത്തിന്റെ പ്രകൃതി നിയമത്തെ ദൈവത്തിന്റെ സത്തയ്ക്കും ഗുണവിശേഷങ്ങൾക്കും സദൃശമാണെന്ന് വിളിച്ചോതുന്നത്. ക്രിസ്ത്യാനികളുടെ ദൈവം സുവിശേഷങ്ങളുടെ താളുകളിൽ തളച്ചിടക്കപ്പെട്ടിരിക്കുന്നു. സുവിശേഷങ്ങൾ ലഭിക്കാത്ത ജനത ആ ദൈവത്തെക്കുറിച്ച് അജ്ഞരാണ്. എന്നാൽ വിശുദ്ധ ഖുർആൻ വിഭാവനം ചെയ്യുന്ന ദൈവത്തെക്കുറിച്ച് ബുദ്ധിവിശേഷമുള്ള ഒരു മനുഷ്യനും അജ്ഞനല്ല. അത് ലോകത്ത് ഏത് ദിക്കിൽ നിവസിക്കുന്നവരാകട്ടെ, ഏത് മതസ്ഥരുമാകട്ടെ, നാസ്തികർ പോലും ലോകത്തിന്റെ ഘടന കണ്ട് ഒരു പരിധിവരെ ദൈവമുണ്ടെന്ന് വിശ്വസിക്കുന്നവരാണ്. അവരിൽ ഭൂരിഭാഗവും തങ്ങളുടെ പരമ്പരാഗത മതത്തിന്റെ അടിസ്ഥാനത്തിൽ ദൈവത്തെക്കുറിച്ച് ബോധവാന്മാരാണ് താനും. ഏതായാലും അദ്ദേഹം തുടരുന്നു, സ്വന്തം അസ്തിത്വത്തെ സ്വയം പ്രകടമാക്കുന്ന ദൈവത്തെയാണ് ഖുർആൻ പ്രതിപാദിക്കുന്നത്, അല്ലാതെ ക്രിസ്ത്യാനികളുടെ സ്ഥിതി പോലെ അല്ല. ആ അസ്തിത്വത്തെക്കുറിച്ച് മനുഷ്യ പ്രകൃതിയും പ്രകൃതി നിയമവും സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. തുടരുന്നു, ഇക്കാലഘട്ടത്തിലും ദൈവം സംസാരിക്കുകയും കേൾക്കുകയും ചെയ്യുന്നത് എന്ന് സമർത്ഥിക്കുന്ന മതമാണ് സത്യമതം. ചുരുക്കത്തിൽ സത്യമതത്തിൽ അള്ളാഹു തന്റെ വചനങ്ങൾ മുഖേനയും അഭിസംബോധനകളാലും തന്റെ അസ്തിത്വത്തെക്കുറിച്ച് സ്വയം അറിയിക്കുന്നു. ദൈവത്തെ തിരിച്ചറിയുക ദൈവോപലബ്ധി വളരെ ദുഷ്കരമായ കാര്യമാണ്. അത് ഭൗതികരായ ദൈഷ്ണികരുടെയും ദാർശനികരുടെയും പണിയല്ല. എന്തെന്നാൽ ആകാശഭൂമികളെ കണ്ടുകൊണ്ട് ഈ യുക്തിഭദ്രവും ഉദാത്തവുമായ വ്യവസ്ഥിതിക്ക് ഒരു നിർമ്മാതാവ് ഉണ്ടാകേണ്ടതുണ്ട് എന്ന് മാത്രമേ സമർത്ഥിക്കാൻ ആവുകയുള്ളൂ. എന്നാൽ ആ സൃഷ്ടികർത്താവ് യഥാർത്ഥത്തിൽ നിലവിലുണ്ട് എന്ന് അതിലൂടെ തെളിയിക്കപ്പെടുന്നില്ല. ഉണ്ടാകേണ്ടതുണ്ട് എന്ന് അഥവാ ഉണ്ട് എന്നിവിടെയും അന്തരം പ്രകടമാണ്. ആയതിനാൽ ആ അസ്തിത്വത്തെക്കുറിച്ച് യഥാവിധം അറിവ് നൽകുന്നത് ഖുർആൻ മാത്രമാണ്. അത് ദൈവത്തെ തിരിച്ചറിയാൻ ഉത്ബോധിപ്പിക്കുക മാത്രമല്ല ചെയ്യുന്നത്, അത് തെളിയിച്ചു കാട്ടുന്നുമുണ്ട്. ആ പരോക്ഷമായ സത്തയെക്കുറിച്ച് വിവരം നൽകുന്ന മറ്റൊരു ഗ്രന്ഥവും ആകാശത്തിന് കീഴിലില്ല തന്നെ. ദൈവാസ്തിത്വത്തെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ തെളിവുകൾ നൽകുന്നുണ്ട്. സുവിശേഷങ്ങൾ തുടങ്ങി ഇതര മതഗ്രന്ഥങ്ങൾക്ക് മേൽ ഖുർആന്റെ ശ്രേഷ്ഠതയെ തെളിയിച്ചുകൊണ്ട് ആ മഹാത്മാവ് പറയുന്നു, വിശുദ്ധ ഖുർആൻ ഒരു സമ്പൂർണവും സജീവവുമായ ദിവ്യാത്ഭുതമാകുന്നു. വചനമാകുന്ന ദിവ്യാത്ഭുതത്തിന്റെ സവിശേഷത എന്നത് അതൊരിക്കലും ഒരു കാലത്തും പഴഞ്ചനാവുകയോ മൃത്യുവിന്റെ പിടിയിൽ അമരുകയോ ചെയ്യുന്നതല്ല. ഹദരത്ത് മൂസ അലി ഇസ്ലാമിന്റെ അത്ഭുത ദൃഷ്ടാന്തങ്ങളുടെ മാതൃക ഇന്ന് എവിടെ കാണാനാകും? ജൂതന്മാരുടെ കയ്യിൽ ആ വടി ഇന്നുമുണ്ടോ? അതിന് പാമ്പായി രൂപാന്തരം ചെയ്യാനുള്ള ശക്തിയുണ്ടോ? മുതലായവ. ചുരുക്കത്തിൽ മറ്റെല്ലാ പ്രവാചകന്മാരുടെയും ദിവ്യാത്ഭുതങ്ങൾ അവരോടൊപ്പം തന്നെ
മൺമറഞ്ഞു പോയിരിക്കുന്നു. എന്നാൽ നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദിവ്യാത്ഭുതങ്ങൾ എല്ലാ കാലഘട്ടങ്ങളിലും എന്നെന്നും പുതുമയോടുകൂടി സജീവമായി തന്നെ തുടരുന്നു. ആ ദിവ്യാത്ഭുതങ്ങൾ നിലനിൽക്കുന്നതും അവയ്ക്ക് മേൽ മൃത്യുവിന്റെ പിടിവീഴാത്തതും സുവ്യക്തമായ നിലയിൽ സാക്ഷ്യപ്പെടുത്തുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെയാണ് ജീവനുള്ള പ്രവാചകനെന്നും യഥാർത്ഥ ജീവിതം തിരുനബിക്കല്ലാതെ മറ്റാർക്കും തന്നെ പ്രദാനം ചെയ്യപ്പെട്ടിട്ടില്ല എന്നുമാണ്. തിരുനബിയുടെ അധ്യാപനങ്ങളുടെ ഫലങ്ങളും ഐശ്വര്യങ്ങളും ഇന്നും ഇന്നേക്ക് 13 ശതാബ്ദങ്ങൾക്ക് മുമ്പുണ്ടായ അതേ നിലയിൽ തുടരുന്നത് കൊണ്ടാണ് അവ ജീവനുള്ള അധ്യാപനങ്ങളായത്. മറ്റൊരു അധ്യാപനത്തെക്കുറിച്ചും അതിന്റെ അനുയായി തനിക്ക് അതുമൂലമുള്ള ഫലങ്ങളും അനുഗ്രഹങ്ങളും വരദാനങ്ങളും ലഭിക്കുന്നുണ്ടെന്നും ഞാനൊരു ആയത്തുള്ള അഥവാ ദൈവദൃഷ്ടാന്തമായി നിലകൊള്ളുന്നുവെന്നും വാദിക്കുന്ന ഒരു ഉദാഹരണവും ഇന്ന് നമ്മുടെ ദൃഷ്ടിയിലില്ല. അതേസമയം ഇപ്പോഴും അള്ളാഹുവിന്റെ അനുഗ്രഹാശിസ്സുകളാൽ വിശുദ്ധ ഖുർആന്റെ അധ്യാപനങ്ങളുടെ ഫലസിദ്ധികളുടെയും വരദാനങ്ങളുടെയും മാതൃക ഇന്നും നമുക്ക് ലഭിക്കുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ആത്മാർത്ഥമായി പിന്തുടരുന്നതിലൂടെ പ്രാപ്യമാകുന്ന എല്ലാ നന്മകളും ഫലങ്ങളും ഇന്നും നാം പ്രാപിക്കുന്നു. അതിനാൽ അള്ളാഹു ഈ ജമാഅത്ത് രൂപീകരിച്ചിട്ടുള്ളത് 13 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രകടമായതുപോലെ ഇന്നും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പൂർണ്ണമായും പിന്തുടരുന്നതിലൂടെ ഐശ്വര്യങ്ങളും ഫലസിദ്ധികളും തുടരുന്നുവെന്ന് തെളിയിക്കാനും ഇസ്ലാമിന്റെ സത്യതയ്ക്ക് ജീവനുള്ള സാക്ഷികളെ സമർപ്പിക്കാനും വേണ്ടിയാണ്. അപ്രകാരമുള്ള നൂറുകണക്കിന് ദൃഷ്ടാന്തങ്ങൾ ഇതിനകം വെളിപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹി ഇസ്ലാം തന്റെ ചില ഗ്രന്ഥങ്ങളിൽ ഇത്തരം ദൃഷ്ടാന്തങ്ങൾ വിവരിച്ചിട്ടുമുണ്ട്. ജമാഅത്തിന്റെ ഓരോ പുതുപുലരിയും അദ്ദേഹത്തിന്റെ പ്രവചനങ്ങൾ എപ്രകാരമാണ് പുലർന്നതെന്ന് തെളിയിച്ചു കൊണ്ടിരിക്കുന്നു. ചുരുക്കത്തിൽ ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹി ഇസ്ലാം തുടർന്ന് പറയുന്നു, നാം എല്ലാ ജനതകളുടെയും മതങ്ങളുടെയും നേതാക്കന്മാരോട് നമുക്കെതിരിൽ വന്ന് അടയാളം കാണിക്കാൻ ക്ഷണിച്ചതാണ്. പക്ഷേ അവരിൽ ആർക്കും തന്നെ തങ്ങളുടെ മതത്തിന്റെ സത്യസാക്ഷ്യത്തിന് കർമ്മപരമായ മാതൃക കാണിക്കാൻ കഴിഞ്ഞില്ല. നാം അല്ലാഹുവിന്റെ കലാമിനെ പരിപൂർണമായ അത്ഭുതമാണെന്ന് മനസ്സിലാക്കുന്നു. നമ്മൾ ഉറച്ചു വിശ്വസിക്കുകയും പ്രഖ്യാപിക്കുകയും ചെയ്യുന്നത് എന്തെന്നാൽ മറ്റൊരു ഗ്രന്ഥത്തിനും അതിനെ നേരിടാൻ സാധ്യമല്ല. ഞാൻ തികഞ്ഞ ഉൾക്കാഴ്ചയോടെ പറയട്ടെ, വിശുദ്ധ ഖുർആനിലെ ഏത് കാര്യം സമർപ്പിച്ചാലും അത് സ്വയം ഒരു അടയാളവും അത്ഭുതവുമായിരിക്കും. ഉദാഹരണമായി അധ്യാപനം തന്നെ നോക്കുക. അത് മഹത്തായ ഒരു അത്ഭുതമായി കാണപ്പെടുന്നു. മാത്രമല്ല യഥാർത്ഥത്തിൽ മോചിതയാകുന്നു. അത് എത്രത്തോളം യുക്തിഭദ്രമായ സംവിധാനവും പ്രകൃതിദത്തമായ ആവശ്യങ്ങൾക്കും അനുഗുണമാണെന്നാൽ മറ്റൊരു അധ്യാപനത്തിനും അതിനു മുന്നിൽ നിൽക്കാൻ സാധ്യമല്ല. വിശുദ്ധ ഖുർആന്റെ അധ്യാപനം മുൻകാല അധ്യാപനങ്ങളെയെല്ലാം പരിപൂർത്തിയും പരിപൂർണവുമാക്കുന്നതാണ്. ഇപ്പോൾ അധ്യാപനത്തിന്റെ ഒരു വശം മാത്രം പറഞ്ഞുകൊണ്ട് വിശുദ്ധ ഖുർആന്റെ അധ്യാപനം ഉന്നത സ്ഥാനീയമാണെന്നതും അത്ഭുതമാണെന്നും വ്യക്തമാക്കി തരാം. അത് വർത്തമാന കാലത്തിന് അനുസൃതമാണെങ്കിലും കാലത്തിന്റെ ആവശ്യങ്ങൾക്ക് അനുസരിച്ചാണെങ്കിലും ശരി. ഉദാഹരണമായി തൗറാത്തിന്റെ പാഠങ്ങൾ പ്രതികാരത്തിലും പ്രതിക്രിയയിലുമാണ് ശക്തി ചെലുത്തുന്നത്. അതായത് കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല്. ഇതിനു മുന്നിൽ ഇഞ്ചിയിൽ നൽകുന്ന പാഠങ്ങൾ കേവലം പൊറുക്കാനും ക്ഷമിക്കാനും വിട്ടുവീഴ്ച ചെയ്യുന്നതിനും മാത്രമാണ്. എത്രത്തോളം എന്നാൽ അത് ഒരു കവിളിൽ അടികൊണ്ടാൽ അടുത്തത് കൂടി കാണിച്ചു കൊടുക്കാനും, ഒരു കൂലി ചോദിച്ചാൽ 2 കൂലി കൊടുക്കാനും, ഉപ്പായം ചോദിക്കുന്നവർക്ക് ഓവർകോട്ട് കൂടി കൊടുക്കാനും പഠിപ്പിക്കുന്നു. ഇങ്ങനെ എല്ലാ കാര്യത്തിലും തൗറാത്തിന്റെയും ഇഞ്ചീലിന്റെയും അധ്യാപനങ്ങളിൽ കാണാൻ കഴിയുന്നതാണ്. തൗറാത്ത് അങ്ങേയറ്റത്തെ നിലപാടെടുക്കുന്നു, ഇഞ്ചീൽ ഇങ്ങേയറ്റത്തെ നിലപാടിലുമാണുള്ളത്. എന്നാൽ വിശുദ്ധ ഖുർആൻ എല്ലാ സമയത്തിനും സന്ദർഭത്തിനും യുക്തിഭദ്രമായ മധ്യനിലയിലുള്ള പാഠങ്ങൾ നൽകുന്നു. എവിടെ നോക്കിയാലും വിശുദ്ധ ഖുർആന്റെ പാഠങ്ങൾ ശ്രദ്ധിച്ചാൽ അത് സമയത്തിനും സന്ദർഭത്തിനും അനുയോജ്യമായ പാഠങ്ങൾ നൽകുന്നതായി കാണാൻ കഴിയും. എല്ലാ പാഠങ്ങളുടെയും അകക്കാമ്പ് ഒന്നു തന്നെയാണെന്ന് നമ്മൾ അംഗീകരിക്കുന്നു. എന്നാൽ തൗറാത്തിലും ഇഞ്ചീലിലും, അതായത് 2 ഗ്രന്ഥവും ഓരോരോ കാര്യത്തിലേക്കാണ് ഊന്നൽ നൽകുന്നത് എന്ന കാര്യത്തിൽ ആർക്കും തർക്കത്തിന് വകയില്ല. പക്ഷേ മനുഷ്യ പ്രകൃതത്തിന് അനുസൃതമായ അധ്യാപനം വിശുദ്ധ ഖുർആൻ മാത്രമാണ് നൽകിയിട്ടുള്ളത്. തൗറാത്തിലെ അധ്യാപനം പ്രത്യഗ്രത്തിലാണുള്ളത്. എന്നാൽ അത് അള്ളാഹുവിൽ നിന്നല്ല എന്ന് നാം പറയുന്നത് ശരിയല്ല. പ്രസ്തുത അധ്യാപനം ദൈവത്തിൽ നിന്നല്ല എന്ന് നമ്മൾ പറയുകയാണെങ്കിൽ അത് തെറ്റാകുന്നു.
തൗറാത്തിലെ പാഠങ്ങളും ദൈവതത്വം തന്നെയാകുന്നു. യാഥാർത്ഥ്യം എന്തെന്നാൽ ഈ കാലഘട്ടത്തിലെ ആവശ്യങ്ങൾ പരിഗണിക്കുമ്പോൾ അത്തരം പാഠങ്ങൾ വ്യർത്ഥമായിരിക്കുന്നു. തൗറാത്തും ഇഞ്ചീലും പ്രത്യേക സ്ഥലത്തേക്കുള്ള നിയമപുസ്തകം പോലെയാകുന്നു. അതായത് ഇപ്പോൾ സന്തുലിതമായ അധ്യാപനമാണ് കിട്ടേണ്ടത്. ഇന്ന് അത് വ്യർത്ഥമാകുന്നു. അന്ന് തൗറാത്ത് നൽകിയ പാഠം നിർബന്ധപൂർവം കാര്യങ്ങൾ ചെയ്യാനായിരുന്നു. അതായത് തൗറാത്തും ഇഞ്ചിയിലും പ്രത്യേക സ്ഥലത്തേക്കുള്ള നിയമം പോലെയാകുന്നു. ഇഞ്ചിയിലും തൗറാത്തിലുമുള്ള പാഠങ്ങൾ അതാത് സ്ഥലങ്ങളിലേക്ക് മാത്രം ഉള്ളതായിരുന്നു. അതുകൊണ്ട് അവയുടെ അധ്യാപനങ്ങളിൽ മറ്റ് കാര്യങ്ങളെ പരിഗണിച്ചിട്ടില്ല. എന്നാൽ വിശുദ്ധ ഖുർആൻ എല്ലാ ലോകത്തേക്കും മൊത്തം മനുഷ്യകുലത്തിനും വേണ്ടി ഉള്ളതായിരുന്നു. അതുകൊണ്ട് അതിന്റെ പാഠങ്ങളെ മനുഷ്യ പ്രകൃതിക്ക് അനുസൃതമായി വെച്ചിരിക്കുന്നു. ഇതാണ് ഹിക്മത്ത് അഥവാ യുക്തി. ഹിക്മത്ത് എന്നതിന്റെ അർത്ഥം വധു ഷൈഫി മഹല്ലി, ഏതൊരു വസ്തുവിനെയും അതിന്റെ ശരിയായ സ്ഥലത്ത് വെക്കുക എന്നുള്ളതാണ്. ചുരുക്കത്തിൽ ഈ യുക്തി വിശുദ്ധ ഖുർആനാണ് പഠിപ്പിച്ചു തന്നത്. തൗറാത്ത് അനാവശ്യമായി കാഠിന്യത്തിന് ഊന്നൽ നൽകുന്നു, പ്രതികാര വാഞ്ച വർദ്ധിപ്പിക്കുന്നു. ഇതിന് വിപരീതമായി ഇഞ്ചിയിൽ അനാവശ്യമായി പൊറുക്കാനാണ് ഊന്നൽ നൽകുന്നത്. വിശുദ്ധ ഖുർആൻ ഇത് രണ്ടിനെയും ഒഴിവാക്കി യഥാർത്ഥ അധ്യാപനം നൽകുന്നു. ജസാഉ സയ്യത്തും സയ്യത്തും മിസ്ലിഹാ അഫാ വഅസ്ലഹ ഫഅജ്റുഹു അലല്ലാഹ്. അതായത് തിന്മയ്ക്ക് തത്തുല്യമായ പ്രതികാരമാണുള്ളത്. എന്നാൽ ആരെങ്കിലും മാപ്പ് കൊടുത്താൽ ആ മാപ്പ് കൊടുക്കുന്നത് കൊണ്ട് പരിഷ്കരണമാണ് ലക്ഷ്യമെങ്കിൽ അതിന്റെ പ്രതിഫലം അവന്റെ നാഥന്റെ പക്കലുണ്ട്. ഈ ആർജവവും വിശുദ്ധ ഖുർആന്റെ മേൽക്കോയ്മയും അദ്ദേഹം തെളിയിച്ചു കാണിക്കുമ്പോൾ ഈ രാജ്യത്ത് ഇംഗ്ലീഷുകാരുടെ ഭരണമായിരുന്നു. ചർച്ചിന് വലിയ സ്വാധീനമുണ്ടായിരുന്നു. എന്നിട്ടും വിശുദ്ധ ഖുർആനെ മേന്മ സ്ഥാപിക്കാൻ അദ്ദേഹം തുറന്ന നിലയിൽ വെല്ലുവിളികൾ ഉന്നയിക്കുകയുണ്ടായി. ഒരു ഭയത്തെയും അടുക്കാൻ അനുവദിച്ചില്ല. കാരണം അദ്ദേഹം അള്ളാഹു ഇക്കാലഘട്ടത്തിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദാസത്വത്തിൽ അയച്ച വരിഷ്ഠാത്മാവായിരുന്നു. ആ അധ്യാപനത്തെ പരത്താൻ വേണ്ടിയാണ് അയച്ചത്. അതാണ് അദ്ദേഹത്തിന്റെ സാഹിത്യങ്ങളിലും അധ്യാപനങ്ങളിലും നമ്മൾ കാണുന്നത്. ഇത് തന്നെയാണ് നമ്മൾക്ക്, അതായത് അഹമ്മദീയ ജമാഅത്തിനും മുന്നോട്ട് പരത്താനുള്ളത്. അഹമ്മദീയ ജമാഅത്തിന് മേൽ ആരോപണം ഉന്നയിക്കുന്നവർ അഹമ്മദികൾ വിശുദ്ധ ഖുർആനിൽ മാറ്റിമറിച്ചിരിക്കുന്നുവെന്നും അതിനെ നിന്ദിക്കുന്നുവെന്നും പറയുന്നു. വിശുദ്ധ ഖുർആന്റെ ആവശ്യകതയെയും പ്രാധാന്യത്തെയും വിവരിച്ചുകൊണ്ട് ആ മഹാത്മാവ് പറയുന്നു, വിശുദ്ധ ഖുർആന്റെ ആവശ്യകതയിലേക്കുള്ള ഒരു വലിയ തെളിവെന്തെന്നാൽ മുൻപുള്ള എല്ലാ ഗ്രന്ഥങ്ങളും മൂസാ നബിയുടെ ഗ്രന്ഥമായ തൗറാത്ത് മുതൽ ഇഞ്ചീൽ വരെയുള്ള ഒരു പ്രത്യേക സമൂഹത്തെ, അതായത് ബനി ഇസ്രായേലിനെ മാത്രമാണ് സംബോധന ചെയ്യുന്നത്. വളരെ വ്യക്തമായും കൃത്യമായും അവ പൊതുസമൂഹത്തിന്റെ പ്രയോജനത്തിനല്ല എന്നും പറയുന്നു. മറിച്ച് ബനി ഇസ്രായേലിന്റെ അസ്തിത്വത്തിൽ പരിമിതമാകുന്നു. എന്നാൽ വിശുദ്ധ ഖുർആൻ മുഴു ലോകത്തിന്റെയും നന്മയാണ് ലക്ഷ്യമാക്കുന്നത്. അത് ഏതെങ്കിലും പ്രത്യേക സമൂഹത്തെയല്ല അഭിസംബോധന ചെയ്യുന്നത്, മറിച്ച് എല്ലാ മനുഷ്യനു വേണ്ടിയുമാണെന്നും എല്ലാവരുടെയും പരിഷ്കരണമാണ് ലക്ഷ്യമെന്നും അത് തുറന്നു പ്രഖ്യാപിക്കുന്നു. സംബോധനയുടെ കാര്യത്തിലും തൗറാത്തിന്റെയും വിശുദ്ധ ഖുർആന്റെയും അധ്യാപനങ്ങൾ തമ്മിൽ വലിയ അന്തരമുണ്ട്. ഉദാഹരണമായി തൗറാത്ത് രക്തം ചിന്തരുത് എന്ന് പറയുന്നു, ഖുർആനും രക്തം ചിന്തരുത് എന്ന് പറയുന്നുണ്ട്. പ്രത്യക്ഷത്തിൽ ഖുർആനിൽ തൗറാത്തിലെ അധ്യാപനം ആവർത്തിച്ചതായി തോന്നാം, എന്നാൽ ആവർത്തനമല്ല. തൗറാത്തിലെ അധ്യാപനം ബനി ഇസ്രായേലിനോട് മാത്രമായിരുന്നു. ബനി ഇസ്രായേലിനെ മാത്രമാണ് രക്തം ചിന്തുന്നതിൽ നിന്ന് തടഞ്ഞത്. മറ്റുള്ളവരുമായി തൗറാത്തിന് കാര്യമൊന്നുമില്ല. എന്നാൽ വിശുദ്ധ ഖുർആൻ ഈ അധ്യാപനം മുഴുവൻ ലോകത്തെയും സംബന്ധിച്ചാണ് നൽകുന്നത്. മുഴുവൻ മനുഷ്യകുലത്തെയും രക്തം ചിന്തുന്നതിൽ നിന്ന് തടയുന്നു. അതേപോലെ തന്നെ വിശുദ്ധ ഖുർആന്റെ സകല അധ്യാപനങ്ങളുടെ ലക്ഷ്യം പൊതു മനുഷ്യകുലത്തിന്റെ നന്മയാകുന്നു. തൗറാത്തിന്റെ ലക്ഷ്യം ബനി ഇസ്രായേലിലേക്ക് മാത്രം പരിമിതമാണ്. വിശുദ്ധ ഖുർആൻ തൗറാത്തിലില്ലാത്ത എന്ത് തൗഹീദും കാര്യങ്ങളുമാണ് കൊണ്ടുവരുന്നത് എന്ന് ചോദിക്കുന്നത് പാദ്രിമാരുടെ തികഞ്ഞ അബദ്ധമാകുന്നു. പ്രത്യക്ഷത്തിൽ ഒരു അല്പജ്ഞാനി തൗറാത്തിൽ നോക്കുമ്പോൾ അവിടെയും തൗഹീദും ഇബാദത്തിനുള്ള പാഠങ്ങളും മനുഷ്യരോടുള്ള കടപ്പാടുകളും പറഞ്ഞതായി കാണുന്നതാണ്. പിന്നെ എന്ത് പുതിയ കാര്യമാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്? എന്നാൽ ദൈവിക വചനത്തിൽ ഒരിക്കലും ചിന്തിക്കാത്തവന് മാത്രമേ ഈ ഒരു അബദ്ധ ചിന്ത ഉണ്ടാവുകയുള്ളൂ. ഓർക്കുക, ദൈവത്വത്തിന്റെ നല്ലൊരു പങ്ക് കാര്യങ്ങളെപ്പറ്റിയും തൗറാത്തിൽ പേരും ചൂരും പോലുമില്ല. തൗറാത്തിൽ തൗഹീദിന്റെ അതിസൂക്ഷ്മമായ ഘടകങ്ങളെപ്പറ്റി പരാമർശം പോലുമില്ല.
വെറും ഉപരിപ്ലവമായി തൗഹീദ് എന്നാൽ നമ്മൾ വിഗ്രഹങ്ങളെയും ജന്തുക്കളെയും ധാതുക്കളെയും ആകാശ ഗോളങ്ങളെയും സാത്താനെയും പൂജിക്കുന്നതിൽ നിന്ന് വിട്ടുനിൽക്കണം എന്ന് മാത്രമല്ല പറയുന്നത്. മറിച്ച് തൗഹീദിനെ മൂന്നായി തരംതിരിച്ചുകൊണ്ട് അത് പഠിപ്പിച്ചു തരുന്നു. ഒന്ന്, സാധാരണ ജനങ്ങൾ, അതായത് ദൈവിക കോപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നവർ. രണ്ട്, സവിശേഷരായിട്ടുള്ളവർ, അതായത് അവർ സാധാരണക്കാരെ അപേക്ഷിച്ച് പ്രത്യേകമായ ദൈവ സാമീപ്യം കാക്ഷിക്കുന്നവരാകുന്നു. മൂന്ന്, പ്രത്യേകമായും സവിശേഷപ്പെട്ടവർ, അതായത് ദൈവ സാമീപ്യത്തിൽ തികവ് ആഗ്രഹിക്കുന്നവർ. ഒന്നാമത്തെ തലത്തിലുള്ള തൗഹീദ് അള്ളാഹു അല്ലാത്തതിനെ ആരാധിക്കാതിരിക്കുക എന്നതാണ്. അതായത് നിർണിതവും സൃഷ്ടിക്കപ്പെട്ടവുമാണെന്ന് അറിയുന്നവയെ, അത് ഭൂമിയിലുള്ളതാണെങ്കിലും ആകാശത്തിലുള്ളതാണെങ്കിലും ശരി, അതിനെ ആരാധിക്കുന്നതിൽ നിന്ന് വിട്ടുനിൽക്കുക. തൗഹീദിന്റെ രണ്ടാമത്തെ തലത്തിൽ തന്റെയും മറ്റുള്ളവരുടെയും സകല ഇടപാടിലും യഥാർത്ഥ രീതിയിൽ സ്വാധീനമുണ്ടാക്കുന്നവൻ അള്ളാഹുവാണെന്ന് മനസ്സിലാക്കുക. ശിർക്കിൽ അകപ്പെടുന്ന തരത്തിൽ സാമഗ്രികൾക്ക് ഊന്നൽ നൽകാതിരിക്കുക. ഉദാഹരണമായി, സെയ്ദ് ഇല്ലായിരുന്നുവെങ്കിൽ എനിക്ക് ഇന്ന നഷ്ടമുണ്ടാകുമായിരുന്നു, ബക്കർ ഇല്ലെങ്കിൽ ഞാൻ നശിച്ചു പോകുമായിരുന്നു എന്ന് പറയാതിരിക്കുക. ഇത് ജനങ്ങളിൽ പ്രതീക്ഷ വയ്ക്കുകയാണ്. ഇതും ഷിർക്കാണ്. ഇത് തൗഹീദിനെതിരാകുന്നു. അതായത് ഇത്തരം വാക്കുകൾ സെയ്ദിനെയും ബക്കറിനെയും എന്തെങ്കിലുമൊക്കെയാണെന്ന് കരുതി പറയുകയാണെങ്കിൽ അതും ഷിർക്ക് തന്നെയാണ്. മൂന്നാമത്തെ തരത്തിലുള്ള തൗഹീദ് എന്തെന്നാൽ ദൈവത്തോടുള്ള സ്നേഹത്തിൽ തന്റെ വ്യക്തിത്വത്തെയും അതിനിടയിൽ നിന്ന് ഒഴിവാക്കണമെന്നതാണ്. തന്റെ വ്യക്തിത്വത്തെ അവന്റെ മഹത്വത്തിൽ ലീനമാക്കുക. ഈ തൗഹീദ് തൗറാത്തിൽ എവിടെയാണുള്ളത്? അതുപോലെ തൗറാത്തിൽ സ്വർഗനരകങ്ങളെ പറ്റി എവിടെയൊക്കെയോ സൂചനകളുണ്ടെന്നല്ലാതെ ഒന്നും തന്നെ കാണാൻ സാധ്യമല്ല. അതുപോലെ സമ്പൂർണ്ണ ദൈവിക ഗുണങ്ങളെപ്പറ്റി പരാമർശം പോലുമില്ല. തൗറാത്തിൽ വിശുദ്ധ ഖുർആനിൽ ഉള്ളതുപോലെ ഖുൽ ഹുവല്ലാഹു അഹദ്, അല്ലാഹു സമദ്, ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ് എന്നുണ്ടായിരുന്നുവെങ്കിൽ ക്രിസ്ത്യാനികൾ സൃഷ്ടിപൂജയുടെ നാശത്തിൽ നിന്ന് പിന്മാറുമായിരുന്നു. അതേപോലെ തൗറാത്ത് അവകാശങ്ങളുടെ തലങ്ങൾ ശരിയായി വിവരിച്ചിട്ടില്ല. എന്നാൽ വിശുദ്ധ ഖുർആൻ ഈ അധ്യാപനത്തെയും നല്ല നിലയിൽ പറയുന്നുണ്ട്. ഉദാഹരണമായി പറയുന്നു, ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാനി വഇതാഇ ദിൽ ഖുർബാ, അതായത് അള്ളാഹു നിങ്ങളോട് നീതി ചെയ്യണമെന്നും അതിനേക്കാൾ ഉന്നതമായി ഔദാര്യം ചെയ്യാനും പിന്നെ അതിലും ഉപരിയായി സ്വന്തം ബന്ധുക്കളോട് എന്ന നിലയിൽ സേവനം ചെയ്യാനും കൽപ്പിക്കുന്നു. അതായത് മനുഷ്യകുലത്തോടുള്ള നിങ്ങളുടെ സഹാനുഭൂതി നൈസർഗികമായ ആവേശത്തിൽ ആയിരിക്കണം, ഔദാര്യം എന്ന നിലയിൽ ആകരുത്. അതായത് മാതാവ് കുട്ടിയോട് കാണിക്കുന്ന സഹാനുഭൂതി പോലെയാകണം. അതുപോലെ തന്നെ തൗറാത്തിൽ ദൈവത്തിന്റെ അസ്തിത്വത്തെയും അവന്റെ ഏകത്വത്തെയും അവന്റെ സമ്പൂർണ്ണ ഗുണങ്ങളെയും ബൗദ്ധികമായി സമർത്ഥിച്ചിട്ടില്ല. എന്നാൽ വിശുദ്ധ ഖുർആൻ ഈ എല്ലാ വിശ്വാസങ്ങളെയും കൂടാതെ ദൈവഭാഷണത്തിന്റെ ആവശ്യകതയെയും പ്രവാചകത്വത്തെയും ബുദ്ധിപരമായ തെളിവുകൾ നൽകിക്കൊണ്ടും സ്ഥാപിച്ചിരിക്കുന്നു. എല്ലാ വിഷയങ്ങളെയും തത്വപരമായി വിവരിച്ചുകൊണ്ട് സത്യാന്വേഷികൾക്ക് മനസ്സിലാക്കാൻ എളുപ്പമുള്ളതാക്കിയിരിക്കുന്നു. എല്ലാ തെളിവുകളും മറ്റൊരു ആളുടെയും സമർത്ഥനം ആവശ്യമില്ലാത്ത വിധം വിശുദ്ധ ഖുർആനിൽ തികവുറ്റ നിലയിൽ കാണാവുന്നതാണ്. ഉദാഹരണമായി, വിശുദ്ധ ഖുർആനിൽ ഇല്ലാത്ത ഒരു തെളിവുമായി ദൈവാസ്തിക്യം തെളിയിക്കാൻ സാധ്യമല്ല. വിശുദ്ധ ഖുർആന്റെ ആവശ്യകതയിലേക്ക് മറ്റ് തെളിവുകൾക്ക് പുറമെ നേരത്തെ വന്ന ഗ്രന്ഥങ്ങൾ, അതായത് മൂസാ നബിയുടെ തൗറാത്ത് മുതൽ ഇഞ്ചീൽ വരെയുള്ള ഗ്രന്ഥങ്ങൾ ഒരു പ്രത്യേക സമുദായം, അതായത് ബനി ഇസ്രായേലിനെ മാത്രമാണ് സംബോധന ചെയ്യുന്നത് എന്നതും ഒരു വലിയ തെളിവാകുന്നു. തൗറാത്ത് അതിന്റെ അധ്യാപനങ്ങൾ പ്രയോജനപ്പെടുക പൊതുജനങ്ങൾക്കല്ലെന്നും ഒരു പ്രത്യേക ജനത, അതായത് ബനി ഇസ്രായേലിലേക്ക് മാത്രം നിജപ്പെടുത്തിയതാണെന്നും വ്യക്തമായ ഭാഷയിൽ പറയുന്നു. എന്നാൽ വിശുദ്ധ ഖുർആൻ മുഴുവൻ മനുഷ്യകുലത്തിന്റെയും നന്മയെയാണ് ലക്ഷ്യം വയ്ക്കുന്നത്. അത് പ്രത്യേക സമുദായത്തെയല്ല സംബോധന ചെയ്യുന്നത്, മറിച്ച് വ്യക്തമായും പറയുന്നു, അത് സകല മനുഷ്യന് വേണ്ടിയും ഇറങ്ങിയതും അതിന്റെ ലക്ഷ്യം എല്ലാവരുടെയും നന്മയുമാകുന്നു. വിശുദ്ധ ഖുർആന്റെ ശ്രേഷ്ഠതയും സ്ഥാനമാനങ്ങളെയും പറ്റി വേറെയും ഉദ്ധരണികളുണ്ട്. അത് പിന്നീട് വിവരിക്കാം ഇൻഷാ അല്ലാഹ്.
الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر